അപകടത്തിൽ പെട്ടപ്പോ കരഞ്ഞിട്ടില്ലേ? അള്ളാനെ ഓർത്തിട്ട് കരഞ്ഞിട്ടുണ്ടോ? ഇരുന്നങ്ങനെ കരയാ, ഖബറിനെ ഓർത്തിട്ട് അങ്ങനെ കരയാ, മശ്റയെ ഓർത്തിട്ട് അങ്ങനെ കരയാ. ഓരോന്നിലും ഖൈറുണ്ട്. അതുകൊണ്ട് ഇരുന്ന് കരയുന്നത്. അള്ളാഹുവിനെ ഏതാണ് നമ്മളിൽ ഇഷ്ടമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു തആല 5 കാര്യങ്ങളെ മറച്ചു വെച്ചിട്ടുണ്ട്, രഹസ്യമാക്കിയിട്ടുണ്ട്. അതിലൊന്നേതാണെന്നറിയോ? ഫലാ തദ്രീ, നമുക്കറിയാൻ കഴിയില്ല. എന്ത്? അള്ളാഹുവിന്റെ തഖ്വയുടെ സബബിലിരുന്നല്ലാ, അള്ളാന്റെ പൊരുത്തത്തിന് എന്താണ് കാരണമാവുക, അള്ളാന്റെ പൊരുത്തം കിട്ടൽ എന്ത് എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല. ചെറിയ വിഷയം കൊണ്ടായിരിക്കും. ഷിബിലി ഇമാമിനൊരു പൂച്ചയുടെ കാരണം കൊണ്ട് സുഖലോക സ്വർഗത്തിലെ സ്വർഗ കൊട്ടാരം റബ്ബ് തആല കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ കാരണം. കിതാബ് എഴുതുന്ന മഹാന്റെ കലമിന്റെ പെണ്ണിന്റെ കുമ്പത്തൊടിയിൽ നിന്ന് ഉറുമ്പിന് കൊടുക്കാൻ മഷി കൊടുത്തതിന്റെ പേര് സ്വർഗം കിട്ടിയ മഹാനുണ്ട്. എങ്ങനെ? ഉറുമ്പിന് വയറുറച്ചേരി. ഇനിയിപ്പോ നാളെ കാട്ടിലുള്ള ഉറുമ്പിനെല്ലാം കൊണ്ട് പരലിട്ടിട്ട് അതിന് സായും വെള്ളം ഒഴിച്ചു കൊടുത്തെങ്കിൽ അല്ലെ ഉറുമ്പുള്ളിലുണ്ടാവും. നമ്മളെ പരക്കാറ്റി പുറത്തിടും. ഇപ്പൊ നടക്കും ഇതിന്റെ ഉറുമ്പ് കൊണ്ട് അല്ലെ ഇത്ര സരി ഉണ്ടായി. ഇപ്പൊ എന്താ അതിന് അങ്ങനെ തന്നെ ചെയ്യലൊന്നുമല്ല. ചില അങ്ങനെ ഉണ്ട്, ഏതും ചെയ്യുന്നില്ല. ഉപ്പ മൗലിതെല്ലാം കഴിക്കുന്ന കാലത്ത് ഇപ്പൊ മൗലിതെല്ലാം കുറവാണ്. പണ്ടെല്ലാം മൗലിതും അദബും കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു. ഉപ്പ മൗലിത് കഴിക്കുമ്പോ പൂച്ചനെല്ലാം ഇട്ടിട്ട് കുരിയലിട്ടിട്ട് മൂടിയിട്ട് വെക്കും ഉപ്പ. എന്തിന്? ഈ പൂച്ച അതിലെല്ലാം പോയിട്ട് നടന്നിട്ട് മജ്‌ലിസ് ബടക്കാക്കുന്നതിന് വേണ്ടി ഉപ്പ വെച്ചിട്ട് 3ന്റെ ഏതിന്റെ അല്ല ദുആ അതല്ല ഇല്ലടാ ഉണ്ടാ. അല്ലാഹു ബർക്കത്താക്കട്ടെ. അതെല്ലാം കഴിക്കണം, വേണ്ടെന്നല്ല. ഹയാത്ത് കാലത്ത് ഉമ്മാക്കും ഉപ്പാക്കും മര്യാദയ്ക്ക് തിന്നാനും കൊടുക്കണം. ഇത് 3ന്റെ ദുആനത് ഉണ്ടന്റെ അപ്പോ പിന്നെ ഉണ്ടുന്റെ അപ്പോ പായസം സ്വീറ്റ് ഉപ്പേരി എല്ലാം എന്തിനാ? ഉമ്മാക്ക് അത് ഇഷ്ടം, ഉപ്പാക്ക് ഇത് ഇഷ്ടം. ഹയാത്ത് കാലത്ത് തീറ്റകൾക്ക് തിന്നാനേ കൊടുത്തില്ല. ഷുഗറായിട്ട് അയാൾക്ക് ആശ കുടിച്ചിട്ട് ഒരു അരക്ലാസ് നല്ല ഷുഗർ ഇട്ട പഞ്ചാരിട്ട് ചായ കുടിച്ചിട്ട് അയാൾക്ക് സമാധാനം അതിനും വിട്ടിട്ടില്ല. കുടിച്ചിട്ട് പയ്യന്നെ പോലെ എടുക്കുമ്പോൾ അങ്ങനെല്ലാം പോണ്ട, കുറച്ചെല്ലാം കുടിക്കട്ടെ. അങ്ങനെ കണക്കിനെ കാട്ടി കൂടുതൽ ഇടങ്ങേറാക്കുകയും വേണ്ട. അല്ലാഹു നമ്മുടെ ഉമ്മാക്ക് ഉപ്പാക്ക് അല്ലാഹു വലിയ ആഫിയത്തുള്ള ദീർഘായുസ്സുകളെ മരിച്ചു നീ പുറത്തു കൊടുക്കണേ അല്ലാ. 3ന്റെ ദുആന്റെ അന്ന് മോന് ഇടിയെ പറഞ്ഞേച്ചു 2 പൂച്ചനെ കൊണ്ടുവരാൻ. അങ്ങനെ തേടി 2 പൂച്ചനെ കൊടുത്തിട്ട് കുരിയിലിട്ടിട്ട് മൂടി. ഏതിന്റെ ദുആന്റെ അന്ന് മോനി തന്നെ 40ന്റെ ദുആന്റെ അന്ന് പൂച്ചനെ കൊടുത്തിട്ട് അപ്പൊ ഒരാൾ കേട്ടാ എന്ത് നീ പൂച്ചനെ ഈ മാതിരി? അതല്ലാതെ ഉപ്പാക്ക് പൊരുത്താവില്ല. എന്തായാലും ഉപ്പ ഇപ്പോൾ എന്തായിക്കൊണ്ടായി പൂച്ചനെ പൊടിച്ചിട്ട് കുരിയിലിട്ടുണ്ടായി. മോദിച്ചിട്ട് മൗലിദിന്റെ ഒരു ഭാഗം നീ കുരിയല് പൂച്ചനെ ഇട്ടിട്ട് വെക്കുന്നത്. അങ്ങനെ ഉണ്ട് ചില ആൾ. ഉപ്പ പണ്ട് അത്ര തന്നെ കൈമടക്കി ഉണ്ടായ ഞാനിപ്പോ യാറെ കൊടുത്തെങ്കിൽ വെച്ച് പോയി ഉപ്പാക്ക് പൊരുത്താവേല. ഉപ്പ കബൂറിൽ കടന്നിട്ട് കരഞ്ഞോണ്ട് പണ്ട് ഉസ്താദിന് ഗംട്ടെ വിട്ട നോട്ട് കൊടുത്തതിന്റെ ബേജാറില് അല്ലെ എടുക്കുമ്പോ ദർഗാന്റെ വെട്ടിക്ക് ചിലർ അങ്ങനെയുണ്ട്. ആരും എടുക്കുന്നില്ല, പീഡിയിൽ എടുക്കുന്നില്ല. അങ്ങനെ കേസിൽ വെച്ചോന്ന് കൈ ചുറ്റിട്ട് വന്നിട്ട് ഉസ്താദിനെ കൊടുത്തിട്ട് പോകുന്നത്. ലാസ്റ്റ് ആർക്കും വേണ്ടാത്ത എന്താക്കുന്നത്? ഉസ്താദിനെ കണക്കാക്കാനാണ് ഇത് ഗംട്ടെ വിട്ടിന് പാപ്പ ഉസ്താദ് എന്താക്കുന്നത്? കേടായിട്ട് പ്രാർത്ഥിക്കാനൊന്നും എല്ലാരും ഒരുപോലെ ഇല്ല. ഇപ്പൊ എന്നൊരു ഉസ്താദ് അയാൾക്ക് ഗംട്ടെ വിട്ടിട്ട് വേണമെന്ന് ചട്ടത്തിൽ കൊടുത്തിന് കുറെ ഗംട്ടെ വിട്ടിട്ട് പരിച്ചിട്ട് കൊടുത്തിന്. വെള്ളിയാഴ്ച അടിച്ചിരിക്കലല്ല അവന്റെ കബറിൽ തീ പിടിക്കട്ടി ഒറ്റ പച്ചറിയ അങ്ങനെ ശപിക്കുന്ന ആളുണ്ട്. അങ്ങനെ ചിലപ്പോ അയാൾക്ക് നമുക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടാവില്ല. ചിലപ്പോ സൈ കെട്ടിട്ട് എന്തുവാ 2:30 മണിയായിട്ട് ചോറ് വന്നിട്ടേ ഇല്ല. ഉസ്താദ് മൈക്ക് കേട്ട് ബിസ്മില്ലാ അല്ലാഹു അക്ബർ ബബ്ബിട്ട് എല്ലാവരും പാഞ്ഞോണ്ട് ഇയാൾ ബുദ്ധി വിട്ട് റെഡിയുണ്ട് പോയിട്ട് ഒരു ചോറ് കൊണ്ടുവരും ഫസ്റ്റ്. അങ്ങനെ ചിലപ്പോ സൈ കെട്ടപ്പോ ആൾക്കാർ ഉസ്താദ് തങ്ങാൻ നിൽക്കുന്നില്ല. ആർക്ക് ചോദിക്കാം. ചിലപ്പോ പൈക്കുമ്പോ പിന്നെ ആർക്കും ഇല്ല അല്ലെ പൈച്ചിട്ടാകുമ്പോ സബൂറായിട്ടുണ്ട്. പൈക്കുമ്പോ അപ്പ വരുന്ന ജോഡി അത് 5 സ്റ്റാർ ഹോട്ടലിലെ സലാഡെല്ലാം കിട്ടിയിട്ട് പ്ലേറ്റ് കിട്ടാൻ അരമണിക്കൂർ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ നമ്മളെല്ലാവരും ജീവിതത്തിൽ ധാരാളം ദ്വാരക്കുക, അല്ലാഹുവിനെ ഓർത്തിട്ട് കരയുക. കരച്ചിൽ വന്നില്ലെങ്കിൽ ഓരോന്ന് ഓർത്തിട്ട് ആരാരും കൂട്ടിലില്ലാത്ത ഖബറിനെ ഓർത്തിട്ടിരുന്നിട്ട് കരയുക, മശ്റയെ ഓർത്തിട്ട് കരയുക, എല്ലാത്തിനെയും ഓർത്തിട്ട് കരയുക. അല്ലാഹുവിന്റെ പൊരുത്തം ഏതിലാന്ന് അറിയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് റബ്ബിന്റെ പൊരുത്തമുള്ളത് എന്താണെന്നറിയില്ല. ചിലപ്പോ ഒരാളുടെ അത്തബസ്സും സ്വതക മറ്റൊരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചത് കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടിയേക്കാം. ഒരാളെ സഹായിച്ചത് കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടാം. അമലുകളിൽ ഒന്നും ചെറുതല്ല. ഏതാണ് വലുത് നമുക്കറിയാൻ കഴിയില്ല. നമുക്ക് വലുതേത് ചെറുതേത് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാന്റെ പൊരുത്തമുള്ളവർക്ക് പരീക്ഷണങ്ങൾ കൂടുതലാണ്, ബുദ്ധിമുട്ട് കൂടുതലാണ്, രോഗങ്ങൾ കൂടുതലാണ്. മഹാനായ അഹ്നഫുൽ ഖൈസ് റളിയല്ലാഹു അൻഹു പല്ലുവേദന കൊണ്ട് ഭയങ്കരമായ പല്ലുവേദന. പല്ലുനൊമ്പല അറിയില്ലേ? പല്ലുനൊമ്പലം. ഈ പല്ലുനൊമ്പലത്തിന്റെ പറയൂ എന്തുവാ ഉപ്പ പല്ലുനൊമ്പല ആകാതെയില്ല. അപ്പത്തെ പിന്നത്തിനോട് കേട്ടെ ഓൻ ചെന്ന് പെണ്ണുങ്ങളോട് കേട്ടെന്ന് ചെല്ലു എന്തു സതിക്ക വേണമെങ്കിലും തലനൊമ്പല മാത്രം സതിക്കാൻ സാധ്യമല്ല അല്ലെ? എല്ലാം ഓനോന്റെ നൊമ്പല അത് എല്ലാവർക്കും ബെൽ തന്നെയാണ്. പല്ല് നൊമ്പലത്തിനോ പല്ല് തലനൊമ്പലത്തിന്റെ ഓണോ തലനൊമ്പല ഓന്റെ നൊമ്പല ഓനോനക്ക് ബെൽതാണ്. അഹ്നഫുൽ ഖൈസ് റളിയല്ലാഹു അൻഹു പല്ലുവേദനയായി ഭയങ്കരമായ വേദനയാണ്. പല്ലുവേദനയായി അങ്ങനെ പല്ലുവേദനയായി സങ്കടത്തോടെ അത് പറഞ്ഞപ്പോ അവിടത്തെ ഉപ്പയുടെ സഹോദരനോട്
എന്നോട് വന്നിട്ട് പറയുകയാണ്, എനിക്ക് ഭയങ്കരമായ പല്ലുവേദന സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ആ മഹാൻ പറയുന്നു, നീ എന്തിനാണ് ഇങ്ങനെ ഈ പല്ലുവേദനയ്ക്ക് ഇത്രയും ബുദ്ധിമുട്ടി വെപ്രാളപ്പെടേണ്ട ആവശ്യമെന്താണ്? 30 കൊല്ലമായി എനിക്ക് പല്ലുവേദന സഹിക്കാൻ കഴിയില്ല. ഇന്നുവരെ ഒരാളോടും ഞാനത് പറഞ്ഞിട്ടില്ല. 30 കൊല്ലമായിട്ട് പല്ലുവേദന ഞാൻ സഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പല്ല് നൊമ്പലമുണ്ട് 30 കൊല്ലമായി. ഞാൻ ആരോടും ചൊല്ലിയിട്ടില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് പല്ലുവേദനയുണ്ട് എന്ന്. നീ ഈ ഒരു പല്ലുവേദനയ്ക്ക് വേണ്ടി നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അള്ളാന്റെ പൊരുത്തുണ്ടാകുമ്പോ ചിലപ്പോ യാതനകൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകളെ തൊട്ടുള്ള കാവൽ, അതെല്ലാം നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് വലിയ പ്രതിഫലമുണ്ട്. ഓരോ വേദനക്കും കൂലിയുണ്ട്, ഓരോ ബേജാറിനും കൂലിയുണ്ട്. അതിന്റെ അത്തൊരു പല്ല് നാളെ പെഞ്ഞായി പല്ല് നൊമ്പല ചെന്നിട്ടില്ല 30 വർഷം പല്ല് നൊമ്പലായിട്ട് മുന്നിട്ടിലാണ് നമ്മളെ പല്ലിരിക്കല കുക്കറിലെടുത്തിട്ട് കുത്തും പല്ല. അപ്പൊ നിങ്ങക്ക് നൊമ്പലായിട്ട് നോക്കാം. ജാഗ്രതയിൽ ഉള്ളവരെ ചന്തത്തിൽ നോക്കിക്കോളി. പല്ലില്ല അങ്ങ് പല്ലല്ല സെറ്റ് വെച്ച് കൊടുക്കും. ഇവരെന്താക്കും വേറെ എന്ത് അങ്ങനെ ആവാത്തവർക്ക് ഇല്ലാത്ത കാലം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ പൊരുത്തമേതിലാണ് പറയാൻ കഴിയില്ലല്ലോ. നല്ലോണം ക്ഷമയുണ്ടാകണം, സബർ കൊണ്ട്. ഇവിടെ ഖുർആനിന്റെ വചനങ്ങൾ പള്ളിയുടെ ഉള്ളിൽ എഴുതി വെച്ചിട്ടില്ലയോ? ക്ഷമിക്കുന്നവരുടെ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു ഉള്ളത്. നല്ലോണം ക്ഷമയുണ്ടാകണം, നല്ലോണം സബർ ഉണ്ടാകണം. ചില ആൾ കേൾക്കോ സബറുക്കും ഇല്ല ഒരു കണക്ക് ഇല്ല, ഒരു കണക്കും ഇല്ല, ഒരു കണക്കും സബറിനില്ല. എത്ര സബറാക്കാൻ കഴിയോ അത്രയും സുഖലോക സ്വർഗത്തിലെ പ്രതിഫലമാണ്. അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, ആ മഹാനവരുകൾ അവിടുത്തെ അടിമയായ പണിക്കാരനായ മനുഷ്യനെ വിളിക്കുകയാണ്. ഒരു തവണ വിളിച്ചു മിണ്ടിയില്ല, രണ്ടാമത്തെ തവണ വിളിച്ചോ മിണ്ടിയില്ല, മൂന്നാമത്തെ തവണ വിളിച്ചോ മിണ്ടിയില്ല. അധ്യക്ഷൻ ഉസ്താദിനെ ഫോൺ വിളിച്ച് എടുത്തിട്ടില്ല. ഒരിക്കൽ വിളിച്ചിട്ട്, രണ്ടാമത് വിളിച്ചിട്ട്, മൂന്നാമത് വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ പറയും ഉസ്താദാവല. ഫോൺ എപ്പോഴും എടുക്കാൻ പറ്റുക? അങ്ങനെയൊക്കെയാണ്. അല്ല, ഒരു പണിക്കാരൻ, നമ്മുടെ ഒരു സ്റ്റാഫ് നമ്മൾ എത്തേണ്ട സമയത്ത് എത്തിയില്ലെങ്കിൽ ഓരോന്നിനും ഓരോരുത്തരും ഭാരവാഹികൾ ഉസ്താദന്മാരോട്. ഇപ്പോഴും ചില ആളെല്ലാം വിചാരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കമ്മിറ്റിന്റെ പവർ കളിക്കുന്ന ഉസ്താദിന് ഉസ്താദുമാരോട്. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മഹാന്മാരുടെ ചാരത്താൻ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇവിടെ നേതൃത്വം കൊടുക്കുന്ന ഉമറാ നേതാക്കൾക്ക്, ഭാരവാഹികൾക്ക്, എല്ലാ ഇടങ്ങളിലും ഉള്ളവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവർക്കും അതൊരു സന്തോഷം അല്ലെ? കമ്മിറ്റി എല്ലാം വന്നിട്ട് പവർഫുൾ കാണിക്കണമെങ്കിൽ എന്താണോ ഉസ്താദന്മാരെ തായമീത്തക്കാക്ക, ഉസ്താദന്മാരെല്ലാം ചേഞ്ച് ആക്കി അപ്പുറം ഇപ്പറാക്ക എല്ലാക്കുന്ന അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന ആളുണ്ട്. ഉസ്താദുമാരുടെ കണ്ണുനീര്, മദ്രസാധ്യാപകരുടെ കണ്ണുനീര്, ഖുർആൻ പഠിപ്പിക്കുന്നവരുടെ കണ്ണുനീര്, കൃത്യമായി നിസ്കരിക്കുന്ന ഉസ്താദുമാരുടെ കണ്ണുനീര്, അതിനാരും കാരണമായ സന്താന പരമ്പരക്കത് മോശമാണ്. വലിയ വലിയ ഇടങ്ങേറുകൾക്ക് അത് കാരണമാണ്. പരിഹാരമില്ലാത്ത പ്രശ്നത്തിന് അത് കാരണമാണ്. ഒരാളും ഒരു ഉസ്താദിന്റെയും മനസ്സ് വേദനിപ്പിക്കണ്ട, ഒരു മുതല്ലിമിന്റെയും മനസ്സ് വേദനിപ്പിക്കണ്ട. അതിന് പരിഹാരമില്ല കേട്ടോ. അത് ലീഡറാണെങ്കിലും മുതലാളിയാണെങ്കിലും കമ്മിറ്റിയാണെങ്കിലും എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ശരി, ആരാണോ ഖാലിഖായ റബ്ബിന്റെ ദീനിന്റെ വക്താക്കളില്ലയോ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ അല്ലമഹു ശഫീഉനാ റസൂലുള്ളാഹി. ഒരൊറ്റ ഉസ്താദിനെ നീ സങ്കടത്തിലാക്കരുത്, ഒരു മുതല്ലിമും നീ കാരണം കരഞ്ഞു പോകരുത്, ഒരു മുഅല്ലിമും നീ കാരണം സങ്കടപ്പെട്ടു പോകരുത്. അങ്ങനെ ആകണം നമ്മുടെ ഭരണങ്ങളോ, നമ്മുടെ സേവനങ്ങളോ, നമ്മുടെ പ്രവർത്തനങ്ങളല്ല. നമ്മളെല്ലാം സർവ്വസാമാന്യമായിട്ട് വലിയ വലിയ നേതാക്കന്മാർ ഇപ്പൊ കേരളത്തിൽ ഉറൂസിന് മറ്റെല്ലാം വന്നെങ്കിൽ അംഗന്മാരെ ബഹുമാനിക്കണം. അല്ലാഹു ഖൈറൻ തരട്ടെ. ഉസ്താദന്മാരെ ബഹുമാനിക്കണം തന്നെയാണ്. നമ്മളെ നാട്ടിലുള്ള ഉസ്താദിനെ ബഹുമാനിക്കണം. നമ്മളെ നാട്ടിലുള്ള ഉസ്താദന്മാരെ അടങ്ങേറെ ഓരോ വിത്തിനാക്കും, ഓരോ വലിയ വലിയ അംഗന്മാർ ഉസ്താദം വരുമ്പോ കൈ പിടിച്ചു മുട്ടും. അതിനൊരു ഖൈറുമില്ല, അതിനൊരു ബറകത്തുമില്ല, അവരുടെ ദുആ നിങ്ങൾക്ക് ഫലിക്കുകയും ഇല്ല. നമ്മൾ ബഹുമാനിക്കണ്ട നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ, മറ്റാരും ബഹുമാനിക്കണ്ടാണല്ല, ഇവരെ ബഹുമാനിച്ചിട്ട് അവരെ ബഹുമാനിക്കുക. ഇവരെ ബഹുമാനിക്കുന്നവർക്ക് അവരെ ബഹുമാനിക്കാനുള്ള ആ ഒരു കൽബും ആ ഒരു ചിന്തയും ആ ഒരു സ്വഭാവം എല്ലാം കിട്ടുന്നത് ആ വർഗത്തിനാണ്. ഇൽമിന്റെ പേരില്, അഹ്ലു ബൈത്തിന്റെ പേരില് അവർക്ക് കൊടുക്കേണ്ടത് നാട്ടുകാരാണെങ്കിലോ ജമാഅത്തുകാരാണെങ്കിലോ ഇവിടെ സേവനം ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവരോടും അവരവരുടേതനുസരിച്ചുകൊണ്ടുള്ള ബഹുമാനം ഉണ്ടാകണം. അല്ലാഹുവേ നീ നൽകണേ. അല്ലാഹ് അലി റളിയല്ലാഹു അൻഹു 3 തവണ വിളിച്ചു
വിളിച്ചിട്ട് കേട്ടില്ല, മുന്നില്ല. അടുത്ത 4ാമത്തെ തവണ അടുത്തുപോയി. അടുത്തേക്ക് ഞാൻ വിളിച്ചതിനൊക്കെ കേട്ടില്ലയോ? അടിമയായ അലിയാറങ്ങളുടെ പണിക്കാരെന്ന് പറയാലോ നമുക്കിപ്പോ. ആ മനുഷ്യൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങളെ ഓരോ വിളിയും ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ നീ എന്താ മിണ്ടിയിട്ടില്ല? നീ എന്താ റിപ്ലൈ ആക്കിയിട്ടില്ല? അപ്പോഴതാ അടിമ പറയുകയാണ്, അലിയാറ് തങ്ങളെ, നിങ്ങൾക്ക് സബറുണ്ടോ, ക്ഷമയുണ്ടോ? ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഞാൻ വിളിച്ചിട്ട് ഉത്തരം ചെയ്യാത്തപ്പോ എന്നോട് നിങ്ങൾക്ക് ദേഷ്യം വരുന്നോ? നിങ്ങൾക്ക് സബറുണ്ടാന്ന് നോക്കിയതാണ്. ആ സമയത്ത് അലിയാർ തങ്ങൾ പറയുകയാണ്, നമ്മളെന്ത് പറയും? എന്റെ സബർ നോക്കും, നീ ആറില്ല. അങ്ങനെയല്ല ചോദിക്കല് അല്ലേ? പെണ്ണുങ്ങളെ നിങ്ങൾ ഞമ്മ പറയും ജാഗ്രത. പണ്ട് ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ പെണ്ണുങ്ങടാ ഇങ്ങോട്ട് പഠിപ്പിക്കുന്ന കാലം. ഏതാണെങ്കിലും അല്ലാഹു ഖൈർ നൽകട്ടെ. അപ്പോഴലിയാർ തങ്ങൾ പറയുകയാണ്, അൻത ഹുറുൽ വജ്ഹില്ല, മോനെ, ഇന്നുവരെ നീ എന്റെ അടിമയാണ്, ഇന്നുവരെ നീ എന്റെ പണിക്കാരനാ, ഇന്നു മുതൽ നീ എന്റെ സഹോദരനാണ്. ഞാൻ നിന്നെ അടിമത്തത്തിൽ നിന്ന് എത്രയോ കാശ് കൊടുത്ത്, എത്രയോ സ്വത്തുക്കൾ കൊടുത്തിട്ടാണ് അടിമത്തത്തിൽ നിന്ന് ഒഴിവാകാൻ കഴിയുക. അങ്ങനെ ആ സ്വാതന്ത്ര്യം എന്നുള്ള ആ സമ്മാനം ഗിഫ്റ്റായി കൊടുത്തു. എന്തിന്? അലിയാർ തങ്ങളെ പരീക്ഷിച്ചതിന് വേണ്ടി. നമ്മളാരെങ്കിലും പരീക്ഷയാക്കി അടിമയാ സൗത്ത് കൊടുത്ത് ഞെക്കുമോ ഇടുക അല്ലെ? ഇല്ലെങ്കിൽ റൗട്ടികളെ ഞമ്മക്ക് കൈനില്ലെങ്കിൽ വിളിച്ചിട്ടാണ് കൊണ്ടതിൽ പേടിപ്പാടി കൂട്ടില്ലാതെ. അങ്ങനെയല്ലേ ചില പെണ്ണിങ്ങളുടെ ആങ്ങളമാരോട് വിളിച്ചു തന്നെ ഇത് അലിയാക്കടത്തിലെ പേടിപ്പാട്ടില്ല. അങ്ങനത്തെ അല്ലാഹു ഖൈർ നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ നല്ല ക്ഷമയുള്ളവരാകണം. നല്ല ക്ഷമയുള്ളോ നമുക്ക് വിജയിക്കാൻ എളുപ്പമാണ്. അള്ളാഹുവിന് ഏത് അമലാണ് ഇഷ്ടമെന്ന് അള്ളാഹു മറച്ചു വെച്ചു. എന്തിനാണ്? അത് നമ്മൾ എല്ലാത്തിനും ഇജ്തിഹാദ് ചെയ്യാനാണ്, എല്ലാ അമലും കുറച്ച് ചെയ്യാനാണ്. എല്ലാം ചെയ്യണം. ഈ ബഫേ ഇഷ്ടമല്ലുള്ളിടത്ത് പോയിട്ട് ഫിഷ്, മട്ടൻ, ചിക്കൻ, വെജ്, വെജ് എല്ലാം ഉണ്ടാകും. ഇത് കാണുമ്പോ ആശയാണ്. എല്ലാം ഇടുന്ന പ്ലേറ്റിലേക്ക് കുപ്പ വെച്ച പോലെ ഉണ്ടാകും. കൊണ്ടുവരുമ്പോ എല്ലാം ഇട്ടുകൊണ്ട് വന്നിട്ട് ഇടുമ്പോ എന്തോ ഒരു കോസി അല്ലെ? മീനെല്ലാം അടിയിലെ മറമാടുന്ന മീനെ വലിയ വലിയ അക്കൂറിന്റെ പീസിലുണ്ട്. അടിയിൽ മറമാടി അതിന്റെ മോൾക്ക് ചോറ് ഇടുന്നത്. ചോറിന് മേക്ക് വയ്യൊരു മീൻ പീസ്. അങ്ങനെ തിന്നും ഒരു ഡയലോഗ്. യാപ്പാങ്കൊക്കെ തിന്നല്ലേ കോഴി മീനല്ല, യാപ്പോളിക്ക് എന്നല്ലേ ചെന്ന അല്ലെ? തിന്നോളി വേണമെങ്കിൽ അറാമല്ല കറാത്തൊന്നും അല്ലേ പറഞ്ഞ തന്നെ. ആയെങ്കിലും ചിലപ്പോ ഇത് തിന്നാത്താക്കാതെ അത് തിന്നാത്താക്കി ഇതെല്ലാക്കി ഇത് ലെവലാക്കിയതായിട്ടുണ്ടാകും. തിന്നുമ്പോൾ കുറച്ച് ലിമിറ്റെല്ലാം വെച്ചിട്ട് അത് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ കേട്ടോ ശരി കിടാവ് വന്നിട്ട് ഉസ്താദ് നിങ്ങൾ മൈസൂർ പാക്ക് കൊമ്പുണ്ടായിരുന്ന ഉസ്താദല്ലേ? ഞാനൊരു ഉസ്താദ് വാട്സാപ്പിൽ അയച്ചു മൈസൂർ പാക്കിന്റെ ഫോട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങളെ ഓർമ്മയായി. അല്ലാഹു ഒരു ഉപ്പാപ്പ വായിച്ചിട്ട് നിങ്ങൾക്ക് അധിക പ്രസംഗം എന്ത് വേണ്ട, നിങ്ങൾ തീർന്നു മൈസൂർ പാക്ക് എത്ര തിന്നോ അങ്ങനെ തീരുമാനാക്കിടാൻ. ഞാൻ അപ്പം ഇയാൾ വലിയ കള്ളായിട്ടിരിക്കണം. മൈസൂർ പാക്ക് എപ്പോഴും എല്ലാവരും അയാൾക്ക് അയച്ചിട്ടുണ്ടാവും. മൈസൂർ പാക്ക് കുറെ കൊണ്ടുപോകാൻ പാടില്ലാന്ന് പറഞ്ഞിട്ട് അയാൾക്ക് അതിന്റെ അരസ എന്നോട് നമ്പർ എടുത്തിട്ട് ഇത്ര ഹാലിമാറുണ്ട്, ഇത്ര ആലിമീങ്ങളുണ്ട്, ഇത്രത്തോളം ആവശ്യം നിങ്ങളുടെ പുതിയ തീരുന്ന കേട്ട അയാൾ. ഞങ്ങൾക്ക് അപ്പളായിരുന്നു ഇയാൾ തൊട്ടെ കൊണ്ടുപോയിട്ട് മൈസൂർ പാക്ക് കെട്ടിയിട്ട് ഒത്ര ഓതിയെല്ലാം കൊണ്ടുവന്നവരുണ്ടല്ലോ അല്ലെ? അയൽപ്പെട്ട ആളായിട്ടുണ്ടാവും. ഇവിടെ ഒന്നത്തിന്റെ ഹോളിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനത്തെ എല്ലാ മനുഷ്യന്മാരുണ്ട്. അത് എപ്പോഴും നമുക്ക് അതിന്റെ ബേജാറ്. കുറച്ചാൾ വന്നിട്ട് ചോറ് തിന്നു കിട്ടിയിട്ടില്ലെങ്കിൽ ഈ മംഗളത്തിന്റെ പരക്കാരനോട് വെട്ടിട്ട് പോന്നെ കീറാത്തോട് പിടിച്ച് മര്യാദ ചോറില്ല. ഈ പെണ്ണിങ്ങ പിന്നെ ലേറ്റായിട്ട് മേക്കപ്പ് എല്ലാം ആക്കിയിട്ട് വരുമ്പോൾ കൂടെ ബിരിയാണിന്റെ കബാബെല്ലാം കാലിയായിട്ടിരിക്കും. ലാസ്റ്റ് കൽത്തര പീസ് കൊണ്ട് കൽത്ത് പിടിക്കണം. നമുക്ക് കാലി കൽത്തര പീസ് കിട്ടിയ കൽത്തര പീസ് 2:30 മണിക്ക് വന്ന കൽത്തിന്റെ പീസ് കിട്ടിയത് അല്ലെ? അത്രല്ല മേക്കപ്പ് ആക്കുന്നതിന് കെട്ടിയോണ്ട് ബന്ധങ്ങളായി ഫസ്റ്റ് പിന്നെ പോയിട്ട് മേക്കപ്പ് ആക്കാം. അപ്പൊ കൽത്തിന്റെ പീസ് കാലിന്റെ പീസ് എല്ലാം കിട്ടും. 2 വട്ടം തീരുന്ന ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്. പെണ്ണുങ്ങളെ പറഞ്ഞാൽ പാട്ടിക്കും പോത്തുന്ന അള്ളാഹു എല്ലാവർക്കും റഹ്മത്തും ബറക്കത്തും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഉമ്മ ചെല്ല നീ അതിതല്ല ചെല്ലണ്ട. ഉമ്മക്കാരോ ക്ലിപ്പ് കേട്ടിട്ടുണ്ടോ? ഞാൻ പാത്രത്തിന്റെ തന്നെ ചെല്ലണ്ടാന്നില്ല. ആ ചെന്നില്ല ഞാൻ ചെല്ലാതെ പണ്ട് കുറെ മുന്നേ കേരളത്തിൽ കടപ്പുറത്താക്കിയ വയലോ നൈറ്റിന്റെ വയലോ പിന്നെ ഒരു പാത്രത്തിന്റെ അല്ലെങ്കിൽ കുറെ കൊല്ലായി. അതിപ്പോ ഓരോരുത്തർക്ക് ക്ലിപ്പാക്കിയിട്ട് യൂട്യൂബിൽ ഇടുന്നത്. നമുക്ക് ചാനലും ഇല്ല, സ്വന്തമായിട്ട് എന്തില്ല. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളെല്ലാവരും ആ ക്ഷമയുണ്ടല്ലോ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ക്ഷമിച്ച ക്ഷമ നമ്മൾ എല്ലാ ഇബാദത്തുകളിലും ചെയ്യാൻ വേണ്ടിയാണ്. അള്ളാന്റെ പൊരുത്തം ഇന്നതിൽ അല്ല പറഞ്ഞില്ല. എല്ലാം ചെയ്യണം, എല്ലാം ഖൈർ ഏതാണ്? ഖൈർ ഭക്ഷണത്തിന് ഖൈർ ചൂടില്ലാത്ത ഭക്ഷണമാണ്. ചുട്ടുകൊള്ളുന്ന വെള്ളവുമാകരുത്, ചുട്ടുകൊള്ളുന്ന ഭക്ഷണവുമാകരുത്. ഭക്ഷണത്തിൽ ചുട്ടുകൊള്ളുന്നതിൽ ബറക്കത്തില്ല. രാവിലെ എണിച്ചിട്ട് ചൂടുവെള്ളം കുടിക്കുന്നത് ഇനിയിപ്പോ ചൂടായ ആ പറ്റുന്നുള്ളൂ. ചൂട് ആറിച്ചിട്ട് കുടിക്കലാണ് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്തത്. അങ്ങനെയാണ്. പിന്നെ ബാക്ടീരിയകളൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ചൂടാക്കാതെ കെഞ്ചിന്റെ വെള്ളം കുടിക്കുന്നത് ഖൈറാണ്. കെഞ്ചിന്റെ വെള്ളത്തിന് പ്രത്യേകം മഹത്വമുണ്ട്, മണ്ണിന് മഹത്വമുണ്ട്. ഓരോന്നിനും അതാതിന്റേതായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പിടാതെ മണ്ണിലൂടെ നടന്നത് തിബിന്റെ കിതാബിൽ എടുത്തു
ഉദ്ധരിക്കുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണ്ണിലൂടെ എങ്ങനെ നടന്നു? മക്കളൊക്കെ മണ്ണിൽ കളിക്കണം. നമ്മുടെ മക്കളെല്ലാം മണ്ണിൽ കളിക്കുന്നില്ല, എല്ലാരും മൊബൈല്, റീൽസ്, യൂട്യൂബ്. എല്ലാ മക്കൾക്ക് വായി തുറക്കുന്ന ഉമ്മ ഉപ്പാന്ന് വിളിക്കുന്നതിന് പിന്നെ ഇതിന്റെ ലോക്ക് എടുക്കാൻ അറിയാ, യൂട്യൂബ് എവിടെയെന്നറിയാ, ഗെയിം ഡൗൺലോഡ് ആക്കാൻ അറിയാ, പിസ്തൂൾ വെക്കാൻ അറിയാ. 3 വയസ്സിന്റെ മോനാണ് ഉമ്മാട് പറയുന്നത്, ജാസ്തി മുന്നിക്ക് പിസ്തൂൾ വെക്കുവാൻ പിസ്തൂൾ കിട്ടിയോ വെക്കാതെ വിടുക. അല്ലാഹു കാക്കട്ടെ. മക്കൾ മണ്ണിൽ കളിക്കണം, നമ്മൾ മണ്ണിൽ ചവിട്ടണം. മണ്ണും മനുഷ്യനും ഈ മണ്ണ് വലിയ മനുഷ്യന്റെ ബ്രെയിനുമായി ഇന്ന് ട്രീറ്റ്മെന്റ് ഉണ്ട്. മണ്ണിലിട്ട് കുഴച്ചു മൂടുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്, ചികിത്സയുണ്ട്. ഒരു നാളെ മണ്ണ് കുഴച്ചിട്ട് ചികിത്സിക്കണം 25,000 രൂപ. ഒന്നാള് മണ്ണ് ചേർലുള്ള കിടക്കും 25,000 രൂപ. കണ്ടത്തിൽ പോയിട്ട് പഠിച്ചിട്ടില്ലേ? കെസറിനല്ലി 1 ദിന, മൊസറിനല്ലി 1 ദിന, എങ്ങനെ വേണമെങ്കിൽ വായിക്കോളി. നിസ്കാരം കളാക്കിയിട്ട് കെസറിലൊന്നും പോണ്ട. കളിയും കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെയാകണം. ക്രിക്കറ്റ് ടൂർണമെന്റുകള്, കളികളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോ സംഘടനകള്, ഗൾഫ് രാജ്യങ്ങളിലെ സഹോദരങ്ങള് നാട്ടിൽ നന്മയുടെ വാർത്താക്കളിൽ നിന്ന് കളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് കളി നടത്തുകയാണ്, പണം ചെലവഴിക്കുകയാണ്. അതുപോലെ അതിനുവേണ്ടി ധാരാളം ലക്ഷങ്ങൾ മുടക്കിയിട്ട് അഭിമാനമായി വിജയവും പരാജയവും കൊണ്ടു നടക്കുമ്പോ ഹറാമാ നിങ്ങളുടെ ഓരോ ജമാഅത്തിലെയും ഉസ്താദുമാരോട് ചോദിച്ചിട്ട്, ആലിമാരോട് ചോദിച്ചിട്ട്, മുഅ്മിനീങ്ങളെ, റമളാനിൽ പള്ളിയിലുള്ള ചെറുപ്പക്കാർ, ഇമാം ജമാഅത്തിന് വരുന്ന ചെറുപ്പക്കാർ, ഇനി ബോധമുള്ള മക്കള് ഇന്ന് കളിയുടെ പിന്നാലെ, അതെല്ലാം കോമണല്ലേ, കളി ഹറാമാ, ഇതെന്ത് ഉസ്താദിന്റെ പുതിയ ഫത്വയോ പഴയ ഫത്വയോ? നിങ്ങളുടെ മഹല്ലിലെ ഉസ്താദിനോട്, നിങ്ങളുടെ ഖാദിമാരോട് ചോദിച്ചിട്ടായിരിക്കണേ നിങ്ങളുടെ കളികളെല്ലാം. വളരെ ശ്രദ്ധയോടെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ നമുക്ക് തന്ന സമ്പത്തും അവൻ നമുക്ക് തന്ന ആരോഗ്യവും എന്തിന് ചെലവഴിക്കാനുള്ളതാണ്? ഫലസ്തീനി മക്കളുടെ ദാരുണാവസ്ഥകൾ കണ്ടിട്ട് ലോകത്തെമ്പാടും പലയിടങ്ങളിൽ കുടിക്കാൻ വെള്ളമില്ലാതെ, തിന്നാൻ ഫുഡില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുമ്പോ കളിക്ക് വേണ്ടി ചെലവഴിക്കുന്നവർ, കളി നടത്തുന്നവർ, അതിന് പണം കൊടുക്കുന്നവർ, അതിന് പണം പിരിക്കുന്നവർ, അത് ടീം മാനേജർ ആകുന്നവർ, ടീമുകൾ ഏറ്റെടുക്കുന്നവർ, അതിന് ലക്ഷങ്ങൾ മുടക്കുന്നവരെല്ലാം ഖാലിഖായ റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ട ഒരു ദിവസം വരാറുണ്ട്. അന്നാരെ പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പൊരുത്തമേതിയുണ്ടോ അത് വതആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയോട് സഹകരിക്കുക, ദീനിനോട് സഹകരിക്കുക, പാവങ്ങളോട് സഹകരിക്കുക, നന്മ ചെയ്യുക, മുതഅല്ലിമീങ്ങളെ സഹായിക്കുക. സഅദ് ഇബ്നു ഉബാദത്ത് റളിയല്ലാഹു അൻഹു രാത്രിയതാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി വീട്ടിലേക്ക് ആളുകളെ പറഞ്ഞേക്കുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് പെട്ടെന്ന് വീട്ടിൽ പോയി കിട്ടിയ ഹബീബിന് സന്തോഷമാകുമല്ലോ. 84 ആളുകളെ രാത്രി ഭക്ഷണത്തിന് വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് അവർ ചെലവഴിച്ചത്. എങ്ങനെ? ഇത് ഒരു മുത്തഅല്ലിമിനാ, ഒരു ഉസ്താദിനാ ചോറാ ചായ നമുക്ക് പ്രയാസാണ്, നമുക്കത് താല്പര്യമില്ല. കൊടുക്കണം. നല്ലവർ നമ്മുടെ ഭക്ഷണം കഴിക്കണം, നല്ലവർ നമ്മുടെ ആഹാരം കഴിക്കണം. അത് വലിയ ബറക്കത്താണ്. നിങ്ങൾ മുതഅല്ലിമീങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം, ഉസ്താദന്മാർക്ക് മനോഹരമായ ഭക്ഷണം, അതൊക്കെ കൊടുക്കുമ്പോ അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട്. അല്ലാഹു നമുക്കെല്ലാം സുഖലോക സ്വർഗ്ഗം നൽകട്ടെ. നിങ്ങളുടെ ഭക്ഷണം കഴിച്ചവരാരെങ്കിലും സ്വർഗ്ഗത്തിൽ പോയാ അല്ലാഹു അവർക്ക് റെക്കമെൻഡ് ശഫാഅത്തിനുള്ള അവസരം തന്നാൽ, അവർ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരൊക്കെ എന്റെ കൂടെ വേണമെന്ന് പറഞ്ഞാൽ അതിലൂടെ സ്വർഗ്ഗത്തിലെത്താൻ കഴിയുമല്ലോ. നന്മക്ക് വേണ്ടി ചെലവഴിക്കുക. ഒരൊറ്റ രാത്രിയിൽ 84 ആളുകളെ ഭക്ഷണത്തിന് കൊണ്ടുപോകാൻ കാണിച്ച മനസ്സ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. ഏത് അമലാണ്? ഒരു അമലും ചെറുതല്ല, എല്ലാ അമലും നമ്മൾ ചെയ്യണം. ചിലർ തുടങ്ങുന്നു, ഭാര്യ ജോറിന് തുടങ്ങുന്നു, റമളാനാകുമ്പോൾ തുടങ്ങുന്നു. ഇപ്പൊ കത്തെടുത്തിട്ട് മുസാഫ് എടുത്തിട്ട് ഓതലും തറാവീഖ് ഉസ്താദ് വരുന്നതിന് പിന്നെ വന്നിട്ടായി തറാവീഖ് ഉസ്താദിനെ ഷോക്കായി. യാ റബ്ബി, ഈ നാട്ടിൽ ഇത്രയും നല്ല ബാലക്കാരൻ, നാളെ കൈമോന്റെ അഡ്രസ് ഇല്ല, പിന്നെ 15 ബദരീങ്ങൾ ആണ്ടിന്, പിന്നെ 27 കണിന് പെരുന്നാൾ ഭക്ഷണ പോലുണ്ടായി. അങ്ങനെ അവരിത് ചില അങ്ങനെ സ്വലാത്തിന്റെ ഭയന്നെല്ലാം കേട്ടൊക്കെ സ്വലാത്ത് ചൊല്ലി തുടങ്ങും. ചൊല്ലിട്ട് 10 ദിവസം അങ്ങനെയല്ല, കുറച്ചാണെങ്കിലും ശരി എപ്പോഴും ദായ്മയായിട്ട് അങ്ങ് ചെയ്യുക. നല്ല നല്ല അമലുകൾ നല്ല ക്ഷമയോടെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി എല്ലാം ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ നിസ്കാരത്തിൽ ഇങ്ങനെ ചെല്ലുന്നുണ്ടല്ലോ, നിസ്കാരത്തിൽ ഒക്കെ ചെല്ലുമ്പോ അള്ളാഹുവിന്റെ മുന്നിലാണ് ഞാനും നിങ്ങൾ നിസ്കരിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാകുക. നമ്മുടെ നോമ്പും കാര്യങ്ങളൊക്കെ റബ്ബിന് വേണ്ടിയാണ്. ഉസ്താദന്മാരായി സേവനം ചെയ്യുന്നത് പഠിച്ചവന്റെ പൊരുത്തത്തിനാണ്. കമ്മിറ്റി ഭാരവാഹികളായത് അള്ളാന്റെ പൊരുത്തത്തിനാണ്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കുഴപ്പങ്ങളും പ്രശ്നങ്ങളും പിടിവലികളും, കമ്മിറ്റിയിൽ കൂടാൻ, പ്രസിഡന്റാകാൻ, നേതാവാകാൻ, ലീഡറാകാൻ, ഇതിനു വേണ്ടിയൊക്കെ ഗൂഢമായ തന്ത്രങ്ങളും മന്ത്രങ്ങളും പലതും തിന്മകളും എല്ലാം കാഴ്ചവെച്ചു
വെച്ചുകൊണ്ട് ഇന്ന് ആളുകളൊക്കെ ഈ പള്ളിയുടെ പ്രസിഡന്റ്, അതുപോലെ സെക്രട്ടറി, കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ വലിയ ഉന്നതമായ എന്തോ സ്ഥാനമാനങ്ങൾ കൈവരിച്ചു എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ ചില ആളെല്ലാം മുണ്ടുമ്പോ എന്റെ കുർത്തുണ്ടെന്ന് കേൾക്കാൻ തന്നെ ഈ സ്ഥാനം പറയാനാണ്. ഇവിടെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലാഹു ബർക്കത്താക്കട്ടെ. സ്ഥാനമാനങ്ങൾ അലങ്കാരങ്ങളല്ല, അത് ഹിസാബിനാണ്, അത് ചോദ്യം ചെയ്യാനുള്ളതാണ്. നാളെ മഹ്ശറിൽ കാലങ്ങളോളം കെട്ടിനിൽക്കേണ്ടവരാണ് സ്ഥാനമാനങ്ങൾ ഏറ്റെടുത്ത ആരാണെങ്കിലും അതിനെല്ലാം റബ്ബിന്റെ മുന്നിൽ ഹിസാബുണ്ട്. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, ക്ഷമയോടുകൂടെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ധാരാളം നന്മകൾ ചെയ്യുക, നല്ലോണം സബർ എടുക്കുക. ക്ഷമ ജീവിതത്തിന്റെ വലിയ വലിയ വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ മാർഗമാണ് സബർ. ഭാര്യമാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാകും, ഭർത്താക്കന്മാരുടെ സ്വഭാവം ശരിയല്ലാത്തവരുണ്ടാകും, വീട്ടിലുള്ള വയസ്സന്മാർ പലതും പറയുന്നുണ്ടാകും. സബർ എല്ലാത്തിനും ഒരേ ഒരു മാർഗമുള്ളൂ. ക്ഷമിച്ചവരാളും തോറ്റുപോയിട്ടില്ല, സബറിന്റെ ഒരാളും ബേജാറാവേണ്ടി വന്നിട്ടില്ല. സബറെടുത്ത് എത്ര സബറെടുത്തോ അത്രയും നിന്നെ അല്ലാഹു അവനിലേക്ക്, അവന്റെ സ്ഥാനമാനങ്ങളിലേക്ക്, സുലോക സ്വർഗക്കൊട്ടാരത്തിലേക്ക് റബ്ബ് നിന്നെ തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ഷമിക്കണം, ധാരാളം 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 ക്ഷമിക്കണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നല്ലൊരു ആബിദായ ഇബാദത്തെടുക്കുന്ന മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണ്. ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്, രോഗമാണ്, പ്രശ്നമാണ്. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിക്കാണ്, റബ്ബേ ഇയാൾ ഇത്ര നല്ല മനുഷ്യനല്ലോ, എന്നിട്ട് ഇയാൾക്കെന്തേ ഇങ്ങനെ ബുദ്ധിമുട്ട്? അങ്ങനല്ലേ ചില ആള് നല്ല മനുഷ്യന്മാർ പെട്ടെന്ന് മരിക്കും. അപ്പൊ ചില ആള് പറയും, നല്ല ആത്മനേ തീരാ, നല്ല വേഗം മരിച്ചു കൊണ്ടാറും, മറ്റു പോയിട്ട് നരകത്തിലേക്കല്ല സ്വർഗത്തിലേക്കല്ല പോന്നെ. നല്ലൊരാൾ മരിച്ചപ്പോ ഒരാൾ പറയുന്നു, എന്തെങ്കിലും ആരെങ്കിലും സാപ്പിരിക്കണോ, ഇല്ലെങ്കിൽ അങ്ങനെ മരിക്കലോ, നല്ല മനസ്സാണ്. നല്ല മനുഷ്യന്മാർക്ക് മരിക്കാൻ പാടില്ല. നല്ല മനുഷ്യൻ വേഗം മരിക്കുന്നത് നല്ലവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. നല്ല തക്കമുള്ള മനുഷ്യൻ പെട്ടെന്ന് മരിക്കുന്നത് അവർക്ക് നല്ലതാണ്, ഖൈറാണ്. അതൊന്നും ശാപമല്ല, മോശമല്ല. ഏതുമാകട്ടെ, രോഗിയായ ബുദ്ധിമുട്ടുന്ന ആളെ അതൊക്കെ കാണുമ്പോ അല്ലെ നമ്മളിങ്ങനെ ആൾക്കാരോട് അങ്ങനെ നമ്മളിങ്ങനെ ആൾക്കാരോട് ചോദിക്കും, എന്നുണ്ടൊക്കെ അത് ക്യാൻസറാ, അത് വന്നേ പോയമേ തീരുമേ ഇതെന്താവില്ല, എന്റെ അപ്പ എന്റെ പോപ്പ അങ്ങനെ അത് മൂന്നിങ്ങൾ ഓനുള്ള സമാധാനം പോയി. ഇത് 3 തിങ്കൾ അല്ലെ ടെസ്റ്റാക്കിയതാ, ഇത് ECG സമാക്കിട്ടില്ല, ഇതാക്കും അതാക്കും ഇതാക്കും ഓന് ഒട്രാസിൽ പാതി പിള്ളാക്കുണ്ട്, ഇത് പിള്ളായി ഒരേ ബിസിയല്ലേ കേട്ടിട്ട് അല്ലെ. പിന്നെ ഒരാൾ കരഞ്ഞിട്ട് വന്ന് ഷുഗർ ഉണ്ട്, ഇത് വേരക്കണം, കരുതെന്തിന് അല്ല വേറെ ഷുഗർ വന്നെങ്കിൽ എല്ലാം പോന്നു, കിഡ്നി പോന്നു, അങ്ങനെ പോന്നെ കൊണ്ട് മനുഷ്യന്മാരോ ഇത് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് ഈ ചിലർക്ക് അങ്ങനെ ഉണ്ട്. ഈ ആൾക്കാരെ പറഞ്ഞിട്ട് ബേജാറാക്കി മോതിരി കോസി, വേറെ തന്നെ ബേജാറായ മോതിരി കോസി, പിന്നെ തന്റെ ഗാഡി താണ്ടി മോതിരി കോസി, ഒരു മനസ്സമാധാനം ഒക്കെ കുറെ പൈസ തീർന്നില്ല, ഇല്ല എല്ലാം ഫ്രീ ആയി ആര് കേട്ടെ പൈസ കുത്തിരി പൊടിയായ ഗാഡി തീരാതിരിക്കുന്നത് ആയങ്ങോ തീർന്നത് മനസ്സിലൊരു കോസി ആയങ്ങോ മുമ്പിൽ ആളായുണ്ടായി. പെണ്ണുങ്ങൾക്കെല്ലാം നല്ല നല്ല പച്ച ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നല്ല ചെരുപ്പലിട്ടിട്ട് 40-50 പോണ്ട മാല പൊന്ന് കൈ കിളി ആയിക്കൊണ്ട് എല്ലാവരും ഭാര്യ ചന്തത്തിന്റെ പെണ്ണ് ജാറിട്ട് പടമുള്ള വീണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ബജാർ ഭാര്യ കോസിയാവും. വന്നപ്പോ ഞാൻ വിചാരിച്ചു അവൾ ആൾക്കാർ അവൾ നടക്കുമ്പോഴൊക്കെ നിരിച്ചിനോളൂ ബൂളൂ. പിന്നെ നിങ്ങൾ അങ്ങനെ വിചാരിച്ചു ബൂളാതിരിക്കുന്ന അല്ലാതെ ബൂളും പോർക്ക് ഒരു കോസി. ബാക്കിയുള്ളവർക്ക് ഇട്ട പെണ്ണുങ്ങൾ നല്ല നല്ല മനുഷ്യന്മാർ. ഞമ്മക്കാണ് ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും വേറൊരാൾ തോക്കുന്നെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെയല്ല, നീ മുഅ്മിനാകണോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? മാ തുഹിബ്ബുൽ നഫ്സി, നിനക്ക് എന്തെല്ലാം ഇഷ്ടമുണ്ട് അത് എല്ലാവർക്കും നീ ഇഷ്ടപ്പെടണേ. നിനക്ക് നല്ല വീട്, നല്ല നല്ല കാറ്, ബംഗാറ്, ഇതെല്ലാം നീ ആഗ്രഹില്ലേ? എല്ലാവർക്കും ഇത് കിട്ടണമെന്ന് നീ ആശ വെച്ചാ നീയാണ് നല്ല മുഅ്മിന്, നല്ല മുസ്ലിം, നിനക്കാണ് സ്വർഗം. എല്ലാരും വിജയിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സ് നീ നന്നാക്കണമല്ല. ആൾക്കാർക്കെല്ലാം സപ്പോർട്ട് ചെയ്യും, നമ്മൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം. അദ്ദീനു വന്നസീഹ, നമ്മൾ നസീഹത്ത്, എല്ലാവർക്കും നന്മയുടെ ഉപദേശം, ആളുകളെല്ലാവരും വിജയിക്കാനുള്ള പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ നമ്മളോട് ഒരാളൊന്ന് കേട്ടെങ്കിൽ നമ്മ അപ്പ പറയും, ആരാണെങ്കിലും മങ്ങലെടുക്കട്ടാതെ ഇത്ര വേഗം ആയിട്ടില്ല. അങ്ങനെ ആവരുത് സമയം. ആൺമക്കളെയും പെൺമക്കളുടെയും കല്യാണ പ്രായമെത്തുമ്പോ ഉമ്മയും ഉപ്പയും സപ്പോർട്ട് ചെയ്യണം. ആണുമക്കളെ മംഗലാകുമ്പോ ഉപ്പ പറയും നയിച്ചിട്ട് സ്വന്തം കാലിൽ നിന്നിട്ട് ജോബായിട്ട് ബിസിനസ് ആയിട്ട് കളത്തിയിട്ട് അവര് കബറിലേക്ക് ഇതെല്ലാം മംഗലാകും. പെണ്ണുമക്കൾ 15 വയസ്സാകുമ്പോൾ തുടങ്ങി. ഇപ്പൊ നമ്മൾ തുടങ്ങണ്ട 8-9 വയസ്സാകുമ്പോൾ ഓരോ തുടങ്ങുന്നു. 8ാം ക്ലാസ്സിന്റെ പെണ്ണില്ല അക്കൗണ്ട് സെറ്റാക്കി തന്നില്ലെങ്കിൽ ഫിനാൽ കുടിച്ചിട്ട് സൂസൈഡ് ആക്കുക. 8ാം ക്ലാസ്. അല്ലാഹു ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, രോഗിയായ മനുഷ്യൻ, ബുദ്ധിമുട്ടുന്ന മനുഷ്യനെ മൂസാ നബി അലൈഹിസ്സലാം കണ്ടപ്പോ റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബേ നല്ലൊരു ആബിദായ മനുഷ്യനാ, ഇദ്ദേഹത്തിന് ഇത്രയും വലിയ ബേജാറ്, ബുദ്ധിമുട്ട്, നൊമ്പലം എന്തുകൊണ്ടാണ്? ഖാലിഖായ റബ്ബുൽ ഇസ്സത്ത് പറയാണ്, മൂസാ
അയാൾ നല്ല മനുഷ്യനാണ്. അയാൾ എന്നോട് സുഖലോക സ്വർഗത്തിലെ സുഖാഡംബരങ്ങളിലെ ഉന്നതമായ സ്ഥാനങ്ങൾ ചോദിക്കുകയാണ്. അയാൾക്ക് അത്രയും വലിയ സ്വർഗ കൊട്ടാരത്തിലെ സുഖമായ സന്തോഷകരമായ അവസ്ഥകൾ കൊടുക്കാൻ അദ്ദേഹത്തിന്റെ അമല് മതിയാകുന്നില്ല. പക്ഷെ അയാൾ എന്നോട് ചോദിച്ചതല്ലേ അത്രയും വലിയ സ്വർഗ സുഖാഡംബരത്തിലെ കൊട്ടാരം എനിക്ക് എങ്ങനെ കൊടുക്കാതിരിക്കാൻ കഴിയും? അയാൾക്ക് സ്വർഗത്തിലെ സുഖാഡംബരത്തിലെ കൊട്ടാരം കൊടുക്കാൻ ഞാൻ അദ്ദേഹത്തിന് താൽക്കാലികമായി ഒരു ചെറിയ പരീക്ഷണം കൊടുത്തതാണ്. ഇതിൽ അയാൾ മരിക്കുന്നു. മരിച്ച സ്വർഗത്തിലേക്ക് അദ്ദേഹത്തിന് വലിയ ആഡംബരത്തോടെ സ്വർഗ കൊട്ടാരത്തിൽ അദ്ദേഹം ചോദിച്ചത് എന്താണോ അത് ഞാൻ കൊടുക്കാൻ പോകുന്നു. വന്ന എല്ലാ വേദനകളിലും കൂലിയുണ്ട്, എല്ലാ ബേജാറിനും കൂലിയുണ്ട്. ബേജാറ് മനസ്സിൽ വെക്കണ്ട, ഒരു ബേജാറും എന്തിനാണ് മനസ്സിലിങ്ങനെ വെച്ചിട്ട് ബേജാറും ടെൻഷനും സ്ട്രെസ്സും എല്ലാം ആയിട്ട് ബേജാറ് വെച്ചിട്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് മാനസിക രോഗത്തിനാണ്. മാനസികം എന്നെല്ലാം പറയാൻ നമുക്കറിയില്ല. ആർക്കും മാനസികം ആർക്കും അറിയാത്ത കാലമാണ് അല്ലെ. ഒറ്റക്ക് ചിറ്റുകൊണ്ട് പോന്നെ, ഒറ്റക്ക് മുണ്ടിക്കൊണ്ട് പോന്നെ, വർക്കിലുണ്ടെന്നല്ല ഇതിന്റെ മൊബൈലിൽ ബ്ലൂടൂത്ത് ഉണ്ട്. ഇതാരും എല്ലാവരും വർക്കിലുണ്ട്. വർക്കിലും ഉണർവിലും എല്ലാം ഒട്ടാസിയായിട്ട് പോയി. പള്ളിക്ക് വരുന്നവനും അവൻ അന്തരിക്ക് ഏർക്ക് പോലെ നിന്നല്ല സീത പോലെ മൊബൈൽ ഒത്തിയുണ്ട്. ചിലപ്പോ എങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് വീണങ്ങ് പോയി ചെല്ലുന്നതും അങ്ങനെ ഒരു ബാത്റൂമിലേക്ക് കിടന്ന് കയറുമ്പോ അപ്പുറത്തെ ശല്യമുണ്ട്. പിന്നെ വിളി ഞാൻ ട്രാഫിക്കിലുള്ള ഇവിടെ അപ്പുറത്തെ ഹോസ്പിറ്റലുണ്ടോ എങ്ങനെ ഇങ്ങനെ പോകും. എന്ത് ചെന്ന എന്താക്കുന്നുണ്ട് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഒട്രാസി ആയോണ്ട് പോയോണ്ട് ഇങ്ങനെ ഒട്രാസി പോകുന്നത് ഔത്തൽ അന്തരിക്ക് പോകുന്ന ഏത് ടോയ്ലറ്റ് ഏത് റൂമിലുള്ള എല്ലാവർക്കും അന്തരിക്കില്ല. പള്ളിയിലുള്ള ഒട്രാസി ചില പോയിട്ട് എത്തി നോക്കുമ്പോൾ തർക്കേണ്ടിട്ടുണ്ടാവും. ലാസ്റ്റ് പോയി അല്ലെ. പണ്ടല വർക്കിൽ ഇപ്പതില്ല. പണ്ട് വർക്കിൽ നടക്കുന്ന വർക്കിൽ സിക്സിൽ ഇടുന്നുണ്ട് അപ്പുറത്തല്ല വർക്കിൽ പെഞ്ഞായിട്ട് അർസൈഡിൽ ജാവും കൊപ്പിട്ടിട്ട് 6 ഇട്ട് വളപ്പ് സുണ്ടുക്കൽ അടിച്ചോണ്ടായി പണ്ടല. ഇപ്പഴത്തേക്ക് 6 ഡബിൾ 6 ഇട്ടിട്ട് നമ്മളെ വർക്ക് അള്ളാഹുവിനെ നൽകണേ. ഈ മനുഷ്യനല്ലാട് സ്വർഗീയ സുഖാഡംബരത്തിലെ കൊട്ടാരം ചോദിച്ചപ്പോ അള്ളാഹു അദ്ദേഹത്തിന് റബ്ബിന്റെ പരീക്ഷണം അള്ളാഹു കൊടുക്കുന്നു. ആർക്കാണ്? നല്ല നല്ല ആളുകൾക്ക് അള്ളാഹു പരീക്ഷണം കൊടുക്കും. കുടുംബത്തിൽ ചില ആള് മരിക്കും, ചില ആള് കച്ചവടം പൊട്ടി പാളീസാകും, ചില ആള് ആരോഗ്യം നശിച്ച് രോഗിയാകും, ബുദ്ധിമുട്ടിലാകും. ഇത് ഏത് പരീക്ഷണമാണെങ്കിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ പരീക്ഷണത്തിന് പ്രതിഫലമായ സ്വർഗമുണ്ട്. ജയിലിൽ കിടന്നതിന് സ്വർഗമുണ്ട്. ആളുകൾ ചീത്ത വിളിച്ച് കളിയാക്കി ചിരിച്ചപ്പോ ക്ഷമിച്ചതിന് സ്വർഗമുണ്ട്. കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മക്കളെ കെട്ടിക്കാൻ ഓടിച്ചാടി നടന്ന സ്വർഗമുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ജോലിയെടുത്ത് അധ്വാനിച്ച് കൊണ്ടുപോയി സ്വർഗമുണ്ട്. ഭാര്യയെ സ്നേഹിച്ചു, ഉമ്മാനെ സ്നേഹിച്ചു, ഉപ്പാനെ സ്നേഹിച്ചു, വേണ്ടപ്പെട്ടവരെ സ്നേഹിച്ചു, സ്വർഗമുണ്ട്. ഇതെല്ലാം സ്വർഗമുണ്ട്. ഫിത്നയില്ലാതെ ഫസാദില്ലാതെ തിൽക്കദ്ദാറുൽ ആഖിറ തജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽആഖിബത്തു ലിൽ മുത്തഖീൻ. നിങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഫിത്ന ഉണ്ടാകരുത്. ഫിത്ന എന്നുള്ളത് വലിയ സംഭവമാണ്. അൽ ഫിത്നത്തു നായിമ ലഅനല്ലാഹു മൻ ഐഖലാ. ആരാണ് ഫിത്ന വിളിച്ചുണർത്തിയത്? ഫിത്ന ഉറങ്ങുകയാണ്. ആരാണ് ഫിത്ന തുടങ്ങുന്നത്? കുടുംബത്തിലോ ജമാഅത്തിലോ നാട്ടിലോ പള്ളിയിലോ അവിടെയോ ഇവിടെയോ ആരാണ് ഫിത്ന തുടങ്ങുന്നത്? അവനെ അള്ളാഹു ശപിക്കുന്നുണ്ട്, അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ഫിത്ന ഉണ്ടാകരുത്, ഫസാദ് ഉണ്ടാക്കരുത്, കല്യാണം മുടക്കരുത്, കച്ചവടം മുടക്കരുത്. യാഗന്റെ കച്ചവടം ഒറ്റനാക്കിയിട്ടായില്ലെങ്കിൽ മോമിന് ചെന്നാണ് നാക്കണ്ട ദോഷമുണ്ട്. ദോശല്ല കളത്തപ്പുള്ള ഇല്ല. ഓനെ കൊണ്ടായില്ലെങ്കിൽ അങ്ങനെയാക്കുക. കല്യാണം മുടക്കുക, കച്ചവടം മുടക്കുക, സിഹിർ വെക്കുക, മാട്ടം വെക്കുക, ആളുകളെ ഉപദ്രവിക്കുക, ആളുകളെ കിടകേറാക്കുക, അവരുദ്ദേശിച്ച് നടക്കാൻ ഭസ്മം കൊടുത്തിട്ട് വിതറുക. ഇങ്ങനെ പല ജാതി അടങ്ങേറുകളാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോ സൂക്ഷിക്കേണ്ടതാണ്. സിഹിർ തിരിച്ചടിക്കുന്നു. നിനക്കോ നിന്റെ കുടുംബ പാരമ്പര്യത്തിലോ നീ ഏത് മന്ത്രവാദിയെ സമീപിച്ചിട്ട് നീ എന്ത് താൽക്കാലിക പരിഹാരം നിനക്ക് ആശ്വാസമായി കിട്ടിയാ പോലും അത് നിന്റെ കുടുംബത്തേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. മരിക്കുന്ന നേരത്ത് ഷഹാദത്ത് കലിമ ചൊല്ലാതെ മരിക്കാൻ ഈ ശൈത്താൻ നിന്നെ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് സിഹറുമായി ബന്ധപ്പെടരുത്, മാട്ടമന്ത്രങ്ങളുമായി ഇടപെടരുത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അത്രേ 11 ഞാൻ പറഞ്ഞു. 2 മണിക്കൂറും കൂടിയുണ്ട്. അള്ളാഹുവേ നീ ഖൈർ നൽകണമല്ലാ. സിഹർ കണ്ണീർ അല്ല, കണ്ണീർ ഹക്കാണ്. കണ്ണീർ ഹക്കാണ്. കണ്ണുകൊള്ളും. കണ്ണ് കൊള്ളിക്കൽ നല്ല വിഷയമല്ല. ചില ആള് ഈ കണ്ണ് കൊള്ളുന്നു എന്ന് അറിഞ്ഞെങ്കിൽ ഒരു വലിയ ആളാണ്. മോമലെ തങ്ങ കറാമത്ത് വെച്ച് കണ്ണ് കൊള്ളിക്കുന്ന മോമലെ ലാനത്താക്കപ്പെട്ടവനാണോ ഈ കണ്ണ് കൊള്ളിക്കുന്ന ആള്. ചില പെണ്ണുങ്ങൾക്കെല്ലാം അങ്ങനെയുണ്ട്. ചില മക്കളെല്ലാം കണ്ണു കിടാവ് 1.5 വർഷമായിട്ടാ ഓക്കറിയും. ഞാൻ വെറ്റത്തരം 3-4 മാസം ആയത്ര കിടാവത്തിൽ തോറയില്ലേ അല്ലേ.
എന്തേക്കും ഒന്ന് ചെല്ലണം. ചെറുക്ക് പുതിയ പെണ്ണ് നല്ല പെണ്ണിന്റെ കണ്ണ് നല്ല കോസും ഈ മക്ക് നടക്കൊരു കണ്ണ് കാണുന്നില്ല. പുള്ളി കൈ പിടിച്ചോണ്ട് പോന്നെ പുതിയ പെണ്ണിന്റെ കോസ് കാണുന്നില്ല. എങ്ങനത്തെ നോക്കുന്നു. അയിമ മാത്രമല്ല അയാളും അങ്ങനെ, ആണുങ്ങളും അങ്ങനെ, പെണ്ണുങ്ങളും അങ്ങനെ. വൺ സൈഡ് ആണെങ്കിൽ ഭാര്യ കഷ്ടമാണ്. കുറ്റവും കുറവും കാണുക, ഫിത്ന ഫസാദ് ഉണ്ടാക്കുക. പുതിയ പെണ്ണല്ല കണ്ണി ബംഗാറല്ല നിന്റേതേമ അല്ല മുത്തല്ലതുണ്ട ജോയിന്റ് അല്ലേ. ഇപ്പൊ ബംഗാറ് മുണ്ടിൽ അപ്പ കിട്ടുന്നു മുസുണ്ട് ബംഗാർ. ഇന്ന് നീല് കണ്ട് കളവാൻ ഇറന്നറിയില്ല. 10 ഗ്രാമിന്റെ മാല പാരി വളയിട്ടോണ്ട് വാങ്ങിയല്ല. അപ്പൊ എന്ത് പാരി വളാക്കല്ലോ അല്ലെ. പാരി വള കണ്ടിന് കളവാൻ നേരം നൽകി കണ്ടല്ലേ വിശ്വസിക്കാൻ കഴിയില്ല. ആൾക്കാരെല്ലാം കാത്തോണ്ട് ഈ പാരി വള എപ്പോഴും ഇതായിരിക്കുന്ന പാരി വള ഇടില്ല. പാരി വളക്കാൻ പൊന്നിന് വില ഉണ്ട് ഇപ്പൊ അല്ലെ. പൊട്ടിച്ചോണ്ട് ഇപ്പൊ പാഞ്ഞിട്ട് ട്രെയിനിന് പൊട്ടിച്ചിട്ട് പാഞ്ഞിട്ട് ട്രെയിനിന് തുള്ളിട്ട് ഹോസ്പിറ്റലിൽ 20,000 രൂപ ബില്ലായി. ഈനെ കിട്ടി 200 രൂപ. ഇത് വേണ്ട 1 ഗ്രാം. ഏത് അപ്പൊ പെണ്ണുങ്ങളെ പോകുമ്പോൾ 1 ഗ്രാമിൽ ഇട്ടുകൊണ്ട് പോയി. ബംഗാറിലുണ്ടെങ്കിൽ നല്ല ജാഗ്രതയിൽ വെച്ചോടി. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. ആണെങ്കിൽ കേട്ടെങ്കിൽ വിക്കുവല്ല കൊടുക്കണ്ട. ബംഗാർ തന്നെ ബാക്കി എന്താണ് ബാക്കി പിന്നെ പഞ്ചായത്തില്ല. പിന്നെ ബംഗാർ തുറക്കാവില്ല. ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ മക്കളെ പാൽവാട്ടാകുമ്പോ എത്ര ഇഷ്ടാന്ന് കേട്ടെങ്കിൽ ഇതിടക്ക് ഒരാൾ ചെല്ലി മോളെ പാൽവാട്ട ബംഗാർ കേട്ടപ്പോ ഉമ്മ ചെല്ലല്ല ബംഗാർ പെണ്ണെ തറ അങ്ങനത്തെ വേണ്ടല്ലേ. രണ്ട മങ്ങ ബംഗാർ ഇട്ടിട്ട് മോൾക്ക് നിങ്ങൾ മങ്ങൾ ആക്കാണ്ട് പോകുന്നു. ഞാൻ അങ്ങനത്തെ ഉമ്മ ഉണ്ടാകും. അത്ര ഇഷ്ടമാണ് ചില ബംഗാർ നില ചെല്ലി അല്ലേ. പണ്ട് ഞമ്മ പെണ്ണുങ്ങ ചെല്ലിനെ കേട്ടിനെങ്കിൽ ജയിക്കട്ടിന്ന് ഞാൻ ഒരാൾ മൊബൈലിൽ എത്തിയിട്ടുണ്ടായി. ഓളെ ചൊല്ലിക്കൊണ്ടല്ല ബംഗാർ തരും അന്ന് ബംഗാർ എടുത്തു കൊടുത്തിനെങ്കിൽ ഇന്ന് ഞമ്മ ബംഗാർ പോലെ കേട്ടു. അന്ന് ഞമ്മ കേട്ടിട്ടില്ല. എന്നാലും ചാൻസ് ഉണ്ട് അല്ലെ. അള്ളാഹ് ഒരു ചാൻസ് ഉണ്ടെങ്കിൽ എടുത്തു വെക്കണ്ടവാ. ഉള്ളവർ മാത്രം എടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ അങ്ങനെ എല്ലാ കാര്യപരിപാടികളിലും നന്മയുടെ വാർത്താക്കളായി, എല്ലാവരും ഖൈറിന്റെ അഹിരുകാരായി, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട്, എല്ലാവരെയും സഹായിച്ചുകൊണ്ട്, ആരെയും ഉപദ്രവിക്കാതെ, ആർക്കും സിഹിർ വെക്കാതെ അങ്ങനെയൊക്കെ അല്ലെ. ഇതിനിടയ്ക്കൊരു ഇസ്മുന്റെ അലത്ത് പോയപ്പോൾ അയച്ചല്ല അത് സ്ട്രോങ് ഉണ്ട്. അതിനെ ബാക്കിലാക്കണമെങ്കിൽ 2 ഗ്രാമിന്റെ തകിട് വേണം ബംഗാറിന്റെ. ഉസ്താദിന് ഞാൻ അപ്പ വേറെ ഭാര്യ പ്രോബ്ലമിൽ ഇരിക്കണം ഉസ്താദ്. കാരണം 2 ഗ്രാമിന്റെ പൊന്നിട്ടിട്ടുള്ള സീറ് ബാത്തിലാക്കണമെങ്കിൽ ചില കൊടുക്കും കൊടുക്കും. ഇതിനിടയ്ക്ക് ഒരാൾ ചെല്ലി അകവിത്തിട്ട് സീറ് ബാത്തിലാക്കിയാൽ ഞാൻ ഒരു മോനാത്തി വലിയ ബോള സുബാരും അകവിത്തിട്ട് അല്ലെ അകവിത്തിട്ട് സീറ് ബാത്തിലാക്കിയത്. അപ്പൊ ചില ആൾക്ക് അങ്ങനെ ഉണ്ട്. ചില ആൾ എന്തെല്ലാം ചെന്ന് ഇതിനിടയ്ക്ക് എന്റെ തെറ്റം വന്നിട്ട് കേട്ടോ ഞാൻ എന്തേനേട്ടനോടെ എന്തിനാ എന്നില്ല സർ ഇങ്ങനെ നെഞ്ഞു നമ്മൾ അവിടെ ഇവിടെ ഹൗത്തിന്റെ അവിടെ നെഞ്ഞുമ്പോഴാണ്. അപ്പൊ ഞാൻ അപ്പഴേ വിചാരിച്ചു ഇയാൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടോ. പിന്നെന്താ അവിടെ പിന്നെ ഞെള്ള മുമ്പളാണ് പട്ടിയല്ലേ തേടാം. പിന്നെ ഞെള്ള മുട്ട മുമ്പള ഞെള്ള മുമ്പളാണ്. അപ്പൊ ഞാൻ ഞാൻ ചെല്ലി ഇപ്പൊ ഞങ്ങൾക്കേ മുമ്പളാ. ഇപ്പൊ നിങ്ങൾ എത്ര ബേസായിട്ടില്ല എല്ലാവർക്കും മുമ്പളുണ്ട്. അല്ലാതെ അങ്ങനെ സീറിൽ മാർക്ക് പണ്ടേതാ ആൾക്കാർക്കല്ല പേടിയാണ്. ഈ 75 വയസ്സിൽ അയാൾ എനിച്ചോണ്ട് പോന്തേ കുതിരത്ത് അല്ലെ. നമ്മൾ ആ ബേസാകുമ്പോൾ അഡ്രസ് ഇരിക്കുക അത്ര ഉള്ളത്. അൽഹംദുലില്ലാ നെഞ്ഞു മുമ്പള ഗ്യാസ്ട്രിക് ഇതെല്ലാം സർവ്വസാമാന്യ. ഈ നില പോയി സീറ് ബാത്തിലാക്കുന്നത് വേണ്ട. പക്ഷെ മര്യാദയ്ക്ക് തിന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് 5 തരക്കിൽ ഇളക്കിയെങ്കിൽ കുറെ ഗ്യാസ്ട്രിക് എല്ലാം ഒക്കെ പോകും അല്ലെ. കറക്റ്റാക്കിയാൽ അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ അങ്ങനെ കണ്ണേറ് ഹക്കാണ് സിഹിർ ഉള്ളതാണൊക്കെ ശരിയാ. പക്ഷെ അതിന്റെ പേരിൽ നമ്മളാരും വേണ്ടാത്തരങ്ങളിൽ ഇടപെട്ടു പോകരുത്. ചീത്താർപ്പാടുകൾ ചെയ്തു പോകരുത്. ആരെയും ആക്രമിച്ചു പോകരുത്. ആരെയും ഉപദ്രവിച്ചു പോകരുത്. ഇനിയോ എല്ലാരും ആട്ടം വെച്ചാലും എല്ലാരും ഒരുമിച്ച് കൂടി ആ ഉപദ്രവം ചെയ്യാൻ കഴിയോ? ഇല്ല ഇല്ല ഇല്ല. അള്ളാഹു നിനക്ക് കണക്കാക്കിയതല്ലാതെ ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. അള്ളാഹു കണക്കാക്കിയതല്ലാതെ ഒരു ഭാരവും കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ എല്ലാരും ബേജാറ് അണ്ട് വിക്കട ബംഗാറ് ഇപ്പൊ വിത്തിരങ്ക് അല്ലെ. ഇപ്പൊ എല്ലാവരുടെ ലോകത്ത് അണ്ട് വിക്കടത് ഇപ്പൊ വിത്തിരങ്ക്. ഇപ്പൊ ഞാൻ ഒരാൾ ചെല്ലി അതെ ഞാൻ ജാസ്തി വിത്തിരങ്ക് ഇപ്പൊ എടുക്കാൻ അങ്ങനെ എന്തെല്ലാം അണ്ട് മച്ചിടെങ്ക് അല്ലെ അഡ്രസ് അങ്ങനെയൊന്നുമില്ല. അള്ളാഹു കതറാക്കിയതേ കിട്ടാൻ പോകുന്നുള്ളൂ. അള്ളാഹ് കതറാക്കിയ പൈസ അള്ളാഹു കതറാക്കിയ ബംഗാറ് അല്ലെ. ഇപ്പൊ യാറാ ഫാമിലിയുടെ ഈ ബംഗാറിന്റെ വിഷയത്തിലുള്ള കലാട്ടന്റെ ജാസ്തി ഞാൻ അണ്ട് ചെന്നിട്ട് വിക്കണ്ടാണ്ട് നിങ്ങൾ വിത്താറ് എന്താക്കിയാൽ നിങ്ങൾ എല്ലാ വിത്തിന് തീർത്താറ്. അപ്പൊ എത്തഞ്ചാൾ എല്ലാ വിക്കണം പക്ഷെ നിന്റെ വിക്കോണി അത് മാത്രം ബാക്കിയായിട്ട് ഏതു ആകട്ടെ. അങ്ങനെ ഏതിലും നിങ്ങൾ ഗലാട്ടയാക്കണ്ട. അബ്ബ പണ്ട് അബ്ബക്ക് കോട്ടിക്കട്ടല്ല ആസ്തിയിട്ട് അയാൾ 3/4 കൊടുത്തത് ഉസ്താദ്. അപ്പൊ 3/4 എത്ര അതിന്റെ വിലയുള്ളത് അയാൾ ബാക്കി വെച്ചിരുന്നത്. ഇത് അബ്ബനെ പറയുന്നത് എന്നിട്ട് അബ്ബയുള്ള സ്വത്തല വിത്തിട്ട് പോയി നീങ്ങും. അയാൾ ആണുമോ വിറ്റിട്ട് ജോലിയാക്കി അങ്ങനെ കുറയല്ലോ കുറയല്ല വെക്കണ്ട ഒരു പ്രയോജനമില്ല. മക്ക വേണമെങ്കിൽ അധ്വാനിച്ചിട്ട് ആക്കി കൊടുക്കും. നമ്മളുള്ളത് സദഖ കൊടുക്കി ഉസ്താദന്മാർക്ക് കൊടുക്കി മുത്താലിമിയെ കൊടുക്കി ദർഗാക്ക് പള്ളിക്ക് പാവങ്ങൾക്കെല്ലാം കൊടുക്കി. അള്ളാഹു ബറക്കത്താക്കട്ടെ. നമ്മ ആക്കിയാൽ കൊടുത്തിട്ട് പോയെങ്കിൽ മോനാണ് ആണുമോ. ഇതെല്ലാം വെച്ചിട്ട് തിന്നാട് അവളൊക്കെ അവള് ഇതെല്ലിട്ടിട്ട് തേങ്ങയിട്ട് ചുറ്റി തിന്നിട്ട് സജ്ജിക ചെന്നിട്ട് അവള് തിന്നിട്ട് ജീവിച്ചിട്ട് ലാസ്റ്റ് എന്തില്ല മരിക്കുമ്പോ ഒരു മക്ക സംസമും തേലെടുത്തോണ്ട് വിത്തവും കാരണം പോയ കൊസി ഏത് ഓരോരുത്തർക്ക് അങ്ങനെ ആശ ദ്വാരക്കാൻ ചെല്ലി ഉസ്താദ് മുറാദ് ഹാസിലാവും പൈസ എന്ത് മുറാദ് നേട്ടവരുണ്ട് ഞാൻ
മോൻ ചൊല്ലാം മുറാദ് വേറെ ചെന്നില്ല ഫസ്റ്റ് ലാറ്റ് ചെല്ലി വേറെ റബ്ബ മൂത്താവും അവന്റെ മുറാദ്. അപ്പൊ എന്തെന്ന് കേട്ടപ്പോ അയാൾക്ക് എക്കര കെട്ടല ജാഗയുണ്ട്. അയാൾ വലിയ ബുദ്ധിവന്ത. അവ കേട്ടപ്പോ ആര് ജാഗ കേട്ടാൻ കൊടുക്കുന്നില്ല. അയാൾ ചെന്ന നാണ് മരിക്കാണ്ടെന്നാണ് തന്റെ കബറിൽ വെക്കാണ്ട് ഒറിഞ്ച് ജാഗ കിട്ടില്ല. അയാൾ ഉറപ്പിച്ചില്ല. അയാൾക്കൊന്നും ഇതെല്ലാം കൊടുത്തേ കുറച്ച് ഒട്ടി ഭർത്താക്കിടായിരുന്നു മക്ക. അയാൾ വലിയ ബുദ്ധിവന്ത. നാണ് മരിക്കാണ്ട് എന്തില്ല. ഇപ്പൊ മക്ക സലാത്ത് പൈസ കൊടുക്കുന്നു. എന്തിന്റെ അപ്പ മരിക്കട്ടത് മറ്റൊരു ജാഗ കിട്ടുക വേറെന്താക്കാൻ. ഈ മക്കൾക്ക് നയിച്ചിട്ട് ജാഗ എടുത്തു പറ്റില്ല. അങ്ങനെ ഞാൻ കണ്ട സ്വതക്ക കൊടുത്തോളി, നല്ലോണം തന്നെ ചെയ്തോളി, ആരും ബാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ലോകമുണ്ട്. ഏതുമാകട്ടെ മുമ്പിനെ എല്ലാവരെയും സഹായിക്കുക, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു സഹാബി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, വയല് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സഹാബികൾ സദസ്സിൽ വയലിങ്ങനെ കേൾക്കുന്നുണ്ട്. ആരാണ് കടന്നു വരുന്നത്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രസംഗം നിർത്തിയപ്പോ ഞാൻ നിർത്തിയില്ലല്ലോ, സാബി നിർത്തിയാൽ വരാറിക്കുന്നത് പാതിയിൽ വെച്ചത് ഞാൻ നിർത്തിയില്ല. അതൊന്നും ഒരു സമയമുണ്ട്. പണ്ടെല്ലാം അങ്ങനെ ഉണ്ടായി. സൈക്കിൾ ചവിട്ടിയോണ്ട് വരുമ്പോ ഉസ്താദ് പറഞ്ഞെങ്കിൽ സൈക്കിളിനെ കണ്ടിക്ക് ഒരു പാച്ചൽ ഒരു വാട്ടം പിന്നെ കാണണമെങ്കിൽ ഉസ്താദല്ല പോയിട്ട് അപ്പുറത്തി. പിന്നെ മദ്രസത്തെ പുസ്തകം കേൾക്കൊണ്ട് ആറാം സൈക്കിൾ പേടിച്ചിട്ട് മൂത്രവിറ്റ് മക്കളുണ്ട് പേടിച്ചിട്ട്. ഇപ്പം 6ാം ക്ലാസ്സിൽ ഉസ്താദ് ചെല്ലിയാല മക്കളോടും കാട്ടിട്ട് പൊടിയാക്കാൻ കൊണ്ടു. അപ്പൊ ഒരു പെണ്ണുമോളും ജയിലൊക്കെ പോയി തീരെ അടിക്കും. അത്ര വെരി പെർഫെക്റ്റ്. എങ്ങനെ അല്ലേ? ഇപ്പൊ മക്കളെ മദ്രസിന്റെ മക്കളെ സ്കൂട്ടി അല്ല അങ്ങനത്തെ തപ്പൊന്നും നല്ലതല്ലേ? ബഹുമാന റെസ്പെക്ട് എല്ലാം കുറഞ്ഞുകൊണ്ട് പോവാൻ. ആ പ്രസംഗിക്കുന്ന സ്വഹാബിയും പ്രസംഗം നിർത്തി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോളി, ആ സദസ്സിൽ പോയി ഇരുന്നു കാരുണ്യത്തിന്റെ കടൽ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. എങ്ങനെ സ്വഹാബി പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ സദസ്സിൽ പോയി ലോകത്തിന്റെ നേതാവ് പ്രസംഗം കേൾക്കാനിരുന്നു. ആ ഹബീബിന്റെ മനസ്സിന്റെ വിശാലത എത്രയാണ്. എന്നിട്ട് ആ പ്രസംഗത്തിന്റെ മഹത്വവും പറഞ്ഞു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെയാണ് നമ്മള് എല്ലാവരും ആരെങ്കിലും ഒരാൾ പ്രസംഗിച്ച് മുത്താലും സ്പീച്ച് ആക്കുമ്പോ സ്പീച്ച് എല്ലാം നിൽക്കെന്തല്ല ശരി അണ്ണാക്ക് മറിയില്ലേ മോ പഠിച്ചോ പിന്നെ നിപ്പിച്ച് കണ്ണാക്ക് മറിയില്ല ഇത് ഒഴിവാട്ടാവല പ്രസംഗിച്ചിട്ടെല്ലാം ആകുമ്പോ നല്ല ഭാരി സൂപ്പർ സ്പീച്ച് ആവാം. അങ്ങനെ ചെല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കളവൊന്നല്ലത്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവിന്റെ അങ്ങേയറ്റമാണ്. പെണ്ണുങ്ങളെ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് എതിർ നിൽക്കുമ്പോ ഹസ്ബൻഡ് ചെല്ലണം നീനേവാ ഞാൻ വേച്ചത് അജ്ജുമ്മ വന്നില്ല കബൂറിന് അല്ലെ അങ്ങനെ ചെല്ലിരുന്നാ ഇല്ല പോവും. എന്ത് ചെല്ലണോ ഇങ്ങനെ നിങ്ങൾ എപ്പം കുറഞ്ഞ ചെല്ലു നോക്കൂ മണിക്കോളം മറക്കില്ല. അങ്ങനെയാണ് അത് പെണ്ണിന്റെ മനസ്സങ്ങനെയാണ്. ഡ്രസ് ഇട്ടിട്ട് പെണ്ണുങ്ങളെ വന്നിട്ട് വർഷമുണ്ടല്ലോ പോകുന്നുണ്ടോ പറയാം ഇനി പനം കമന്റ് ഉസ്താദ് ഔത്തിലായിട്ട് ഇക്കൊള്ളുന്ന എനിക്ക് ഇതെല്ലാം ഈ പഞ്ചായത്ത് അവിടെ പോയോടെ വന്നോടെ എല്ലാം വിഷയിട്ടത് പറയല്ല. എല്ലാം ഔത്തിലാന്ന് എന്നെ ചെന്നല്ല ഔത്തിൽ നോക്കാൻ ടൈം കുറിച്ചെത്തൂല്ല. അങ്ങനെ ഔത്തിലെ അങ്ങനെ അതിനായിട്ട് കണ്ട മതി നമുക്ക് അറിയില്ല. നമുക്ക് അത്ര ടൈം ഇല്ലല്ലോ കുറച്ചല്ലേ ഉള്ളു. പോയി സുഖം ഇതെല്ലാം നോക്കും ടൈം ഉണ്ട്. അള്ളാഹു ഫൈറുദാനം ചെയ്യട്ടെ. അവരെ അടുത്ത് വല്ല നിൽക്കുമ്പോ ഡ്രസ്സാ മാഷാ അല്ലാഹ് നിന്റെ കണ്ടെങ്കിൽ മങ്ങിലായിട്ട് അത് ചൊല്ലല്ലേ മതി. 2 തിങ്കൾ ഫുള്ള് റീചാർജ് നെറ്റ് എന്തും വേണ്ട സെറ്റ്. അങ്ങനെ നാളെ സുബേക്ക് ചെല്ലണ്ടാവും. 4 ബുട്ടിട്ടല്ല ചെല്ലിങ് മതി. കുറുസല തീന്നിട്ട് ഒരു പല ഡ്രസ്സ് അത് ആ ഡ്രസ്സിനെ പോലെ ഏത് പിടിക്കില്ല അപ്പൊ പെരുന്നാൾ ഡ്രസ്സ് ലാഭമാകുമല്ലോ അങ്ങനെ ചെല്ലിങ്. അതിനെ നോക്കി ചില ഇക്കുമത്തിൽ ഭയങ്കര വിലണ്ടാക്കുന്ന കാശില്ലെങ്കിലും നാവ് നല്ല ചളാക്കി വേണം. കാശില്ലെങ്കോ ബംഗാറില്ലെങ്കോ നാവ് സപ്പായി ഉണ്ടെങ്കിൽ ഫുള്ള് സീത. അല്ലാഹു ഖൈറുദാനം ചെയ്യട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. കൂട്ടാൻ കറിയില്ല നബിയേ, സുർക്ക മാത്രം വിനിഗർ മാത്രമേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്തൊരു നല്ല കൂട്ടാനാണ് അൽ സുർക്ക, എന്തൊരു നല്ല കൂട്ടാനാണ് മുഹമ്മദ് മുസ്തഫ. റൊട്ടിക്ക് കൂട്ടാൻ വിനിഗർ അല്ലേ അത് മാത്രമുള്ളൂ, വേറെന്തു കറിയില്ല. ഞാൻ എന്ത് പറയും തന്റെ ചടീനൊക്കെ എപ്പോ ഇങ്ങനെ ആറാക്കിനുമാ നോണുണ്ടല്ലോ ബ്രോക്കർ ഉണ്ടല്ലേ കൊണ്ടല്ലേ മരിക്കുന്നതിന് മുന്നേ എന്തോ ആശ ഉണ്ടാകും കേട്ടല്ലോ ഉപ്പ അബ്ബാട് മക്ക അതൊക്കെ കിടന്നിട്ടുണ്ട്. അപ്പൊ ചൊല്ലിയല്ല അവർ ബ്രോക്കർ ഒട്ടുള്ള ഓണ്ടൊക്കെ പിടിച്ചവരുടെ അടുത്തേക്ക് അപ്പൊ എന്തിനി ഓണ്ടെ കളത്ത് പിടിച്ചിട്ടേ പോന്നെ ഞാൻ ലാസ്റ്റ് പോകുമ്പോ 10 ഭാഗ ആണുക്കുണ്ടാന്ന് പെണ്ണുക്കുണ്ടാന്ന് ചില പെണ്ണു ചൊല്ലു ഞങ്ങളായ ഡോൾജിയാക്കി ഓൺ അത് ചൊന്നര ഇത് ചൊന്നരേ പിന്നെ പാലക്കാട് ചെന്നു കള ചൊന്നില്ലെങ്കിൽ കണ്ടുള്ള അവിടെ ഉള്ള കൂടെ ഉള്ള പിന്നെന്താക്കും എല്ലാം എഡിറ്റാക്കി ജിബിനിൽ ഇലിട്ടിട്ട് ചാറ്റ് ജിബിറ്റി എഡിറ്റാക്കി എടുക്കുന്നത് അല്ല ഫോട്ടോ അല്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏതാണെങ്കിലും നല്ലത് പറയുക, ആളുകളെ സന്തോഷിപ്പിക്കുക. നിന്നെ കൊണ്ട് ഒരാൾ കുശിപ്പെട്ടു പോയാൽ അള്ളാഹു നിന്നെ കുശിപ്പെടുത്തുമെന്നാണ്. ആളുകൾക്ക് സന്തോഷമുണ്ടാകുന്ന കണ്ണുകൊള്ളുന്ന കാര്യം പറയരുത്, കണ്ണുകൊള്ളിക്കരുത്. കണ്ണേറെ ഹക്കാണ്, നാവേറെ ഹക്കാണ്. ആരെ പറ്റി ഒന്നും നോക്കുന്ന സമയത്ത് പോലും ഒരു നല്ല നല്ല വീട്
നോക്കുമ്പോ മാഷാ അല്ലാഹ്, നമ്മൾ സ്വന്തമായിട്ടാകുമ്പോ മാഷാ അല്ലാഹ്, മറ്റുള്ളവരുടേതാകുമ്പോ തബാറകല്ലാഹ്. എങ്ങനെയും ആകട്ടെ മാഷാ അല്ലാഹ്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നമ്മൾ സ്വന്തമായി ചൊല്ലിയാൽ നമ്മുടെ എല്ലാ നിഅമത്തുകളും അല്ലാഹു നിലനിർത്തുന്നു, ആഫിയത്ത് നിലനിൽക്കുന്നു, വീട് നിലനിൽക്കുന്നു, കാറ് കിട്ടുന്നു, എല്ലാ നിഅമത്തുകളും ഊരിപ്പോകാതെ മാഷാ അല്ലാഹ്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചെറിയ ചെറിയ ചില അമലുകൾ ഭയങ്കരം പ്രതിഫലമാണ്. ബാങ്ക് കേൾക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇത് കേൾക്കുന്ന നേരത്ത് സയ്യിദുൽ ബഖർ റളിയല്ലാഹു അൻഹു ഇമാം ഹരീരി തങ്ങൾ തൊട്ടുതിരിക്കുകയാണ്, മർഹബൻ ബിൽ ഖായിലി അദ്ലാ മർഹബൻ ബിസ് സ്വലാത്തി അഹ്ലാ എന്ന ദിക്ർ ചൊല്ലിയാൽ 50 ലക്ഷം നന്മകളാണ്. ഒരു ബാങ്ക് കേൾക്കുമ്പോൾ ഈ ചെറിയ ദിക്ർ ചൊല്ലിയാൽ 50 ലക്ഷം പ്രതിഫലമാണ്. 1 കോടി ചെറുദോഷങ്ങൾ പൊറുക്കുകയാണ്. 1 കോടി ദറജകൾ, സ്ഥാനങ്ങൾ, പോസ്റ്റുകൾ അല്ലാഹു സ്വർഗ്ഗത്തിൽ കൂട്ടുകയാണ്. എങ്ങനെ? ബാങ്ക് കൊടുക്കുമ്പോ ഒരു ചെറിയ ദിക്ർ, ഈ ദിക്ർ കൊണ്ട് വലിയ കോടികൾ പ്രതിഫലമാണ്, നന്മകളാണ്, സന്തോഷങ്ങളാണ്. അതുകൊണ്ട് പൊന്നു മുഅ്മിനീങ്ങളെ, നന്മകൾ ചൊല്ലുക, പറയുക, നാവ് നല്ല രൂപത്തിലാവുക, ഉമ്മയോട് ഉപ്പയോട് കാരുണ്യവും സ്നേഹവും ഉള്ളവരാവുക, അവരുടെ ഹയാത്ത് കാലത്ത് അവരെ കരയിപ്പിക്കാതിരിക്കുക. പിന്നെ ഉമ്മാരോടും ഉപ്പാരോടും പറയുന്നു, പല പഞ്ചായത്തുകളുടെ വേദിയിലും പല വയലിൽ പോയിടത്തും മക്കളുടെ പരാതിയുണ്ട്, ഉസ്താദേ ഉമ്മക്ക് ഞങ്ങളോടൊക്കെ നല്ല ഇഷ്ടമായിരുന്നു, ഞങ്ങൾ മംഗലം കഴിഞ്ഞില്ല, മംഗലുള്ള അയൽ പിന്നെ ആണുമക്കളുടെ ഭാര്യമാരോടും ആണുമക്കളുടെ മക്കളോടും ഇഷ്ടമല്ല. ഉമ്മക്ക് ആണുമക്കളോടും ആണുമക്കളുടെ ഭാര്യമാരോടും അവരോട് ഇഷ്ടമല്ല. പിന്നെ പെണ്ണുമോളെ മക്കളും അത് സ്വന്തം ഇത് പാടിക അങ്ങനെ വിചാരിച്ചിട്ടുള്ള ചില ആളുകളൊക്കെ പെണ്ണുമക്കളെ മക്കളെ നല്ലോണം എടുക്കുന്നു, താലോലിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, അരുത്തിരുത്തുന്നു, മടിയിരുത്തുന്നു, ഉമ്മ വെക്കുന്നു. പിന്നെ ആൺമക്കളെ മക്കളെ ആരുടേതോ മക്കളെ പോലെ, ഇവർക്ക് കുടുംബമല്ലാത്ത പോലെ, ഇവർക്ക് വേണ്ടാത്ത പോലെ, ഇവരുടെ ആളുകളല്ലാത്ത പോലെ അങ്ങനെ ചെയ്യുന്ന ഉമ്മമാരുണ്ടോ? ഉമ്മ, അത് നീതിയല്ല. അല്ലാഹു നിങ്ങളെ നീതിമാരിൽ കൊടുത്തില്ല. നിങ്ങൾ അതിന് വലിയ സങ്കടം അനുഭവിക്കേണ്ടി വരും, വലിയ ബേജാർ അനുഭവിക്കേണ്ടി വരും. ഈ മക്കൾ ചിലപ്പോ നിങ്ങൾ മരിച്ചാ നിങ്ങൾ ഖുർആൻ ഓതിക്കൊള്ളണമെന്നില്ല. ഈ മക്കൾ ഉപകാരപ്പെടാത്ത മക്കളാകാരിടയുണ്ട്. ഉമ്മ, നിന്റെ ആൺമക്കളുടെ മക്കളോ നിന്റെ പെൺമക്കളുടെ മക്കളോ അവരോട് നീതി കാണിക്കണേ. ഒരു സദസ്സിലിരിക്കുമ്പോ ഒരാളുടെ ഒരു മോൻ വന്നു, അയാൾക്ക് ആ ഉപ്പയായ മനുഷ്യൻ ചുംബനം കൊടുത്തു, കിസ് കൊടുത്തു, ചുംബിച്ച് മടിയിലിരുത്തി. മറ്റേ ഒരു മോൻ വന്നു, ആ മോനെ ചുംബിച്ചില്ല, ആ മോന് മുത്തം കൊടുത്തില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാ, അല്ല മോനെ, എന്തേ നീ നീതി കാണിച്ചില്ല? ഒരു മോന് മുത്തം കൊടുത്ത് മറ്റേ മോനിക്ക് മുത്തം കൊടുത്തില്ലല്ലോ, നീതി ചെയ്തില്ലല്ലോ. ഉമ്മ, ആൺമക്കളുടെ മക്കളെയും പെൺമക്കളുടെ മക്കളെയും വേർതിരിച്ച് കാണുന്ന ഉമ്മ, അത് നീതിയല്ല, ഹബീബ് തങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. മുഅ്മിനീങ്ങളെ, ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് ഖാലിഖായ റബ്ബിന് ഇഷ്ടമുള്ളവരായി എല്ലാവർക്കും ഉപകാരം ചെയ്യണം. റമദാനൊക്കെ വരുമ്പോ സഹായിക്കുമ്പോ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടുകാർ, നമ്മുടെ പള്ളിയുടെ ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, അതുപോലെ നമ്മുടെ ജോലിക്കാർ. ചില ആളെല്ലാം വലിയ സദഖ കൊടുക്കും, തങ്ങന്മാർക്കെല്ലാം കൊടുക്കും, ഉസ്താദന്മാർക്കെല്ലാം കൊടുക്കും. ഓരോന്റെ നാട്ടിൽ കൊടുക്കല, ഓരോന്റെ പണിക്കാരനെ കൊടുക്കല. നമ്മൾ സക്കാത്തെല്ലാം കൊടുക്കും വലിയ ആളെ പോലെ, പബ്ലിസിറ്റി ആക്കിക്കോ, പ്രശ്നമൊന്നുമില്ല. പിന്നെ അജ്ഫാൻ മുതലാളി കോടികൾ സക്കാത്ത് കൊടുത്തത് പറഞ്ഞത് കേട്ടപ്പോ സന്തോഷമായി. അല്ലാഹു ഖൈർ നൽകട്ടെ. അങ്ങനെ പലരും സക്കാത്തൊക്കെ കൊടുക്കണം. നമ്മുടെ ജോലിക്കാര്, നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, നമ്മുടെ കുടുംബങ്ങൾ പ്രത്യേകം അവരെ പണക്കിലെടുക്കണം. നമ്മുടെ സ്റ്റാഫ് ഓർക്ക് കൊടുക്കാതെ മറ്റുള്ളവട്ടെല്ലാം പോയിട്ട് കൊടുക്കുക, കിറ്റ് കൊടുക്കുക, ഫോട്ടോ എടുക്കുക. ഓന് രക്ഷപ്പെടാൻ കഴിയില്ല. അവന്റെ പണിക്കാർ, അവന്റെ സ്റ്റാഫ്, അവൻ മരിച്ചപ്പവനെ പറ്റി മോശം പറഞ്ഞ അയാൾക്ക് സ്വർഗം പ്രയാസമാണ്. നമ്മൾ നമ്മുടെ സ്റ്റാഫിന് കൊടുക്കണം, പേര് വേണ്ട, പ്രശസ്തി വേണ്ട. നമ്മൾ നമ്മുടെ കുടുംബത്തിന് കൊടുക്കണം. അത് പ്രത്യേകം സക്കാത്ത് കൊടുക്കുന്നവർ, സദഖ ചെയ്യുന്നവർ, അവനവന്റെ പണിക്കാരന് മര്യാദയ്ക്ക് ശമ്പളം പോലും കൊടുക്കാത്തവനാണ്. പള്ളിക്ക് സഹായിക്കുക, മദ്രസക്ക് സഹായിക്കുക, സോഷ്യൽ വർക്ക് നടത്തുക, ആംബുലൻസ് വാങ്ങിക്കൊടുക്കുക, തങ്ങന്മാരെ വീട്ടിൽ കൊണ്ടുവന്ന് കൈമടക്കം കൊടുക്കുക, ഉസ്താദന്മാർക്ക് സമ്മാനം കൊടുക്കുക. അവനവന്റെ ജോലിക്കാർ, അവനവന്റെ പണിക്കാർ, അവർക്ക് കൊടുക്കാതെ ഏത് തങ്ങൾക്ക് കൊടുത്തിട്ടു, ഏത് ഉസ്താദിന് കൊടുത്തിട്ടും കാര്യമില്ല. ഓരോന്റെ ജോലിക്കാർ, അവരവരുടെ പള്ളിയുടെ ഉസ്താദുമാർ, അവരവരുടെ പള്ളിയുടെ മുതഅല്ലിമീങ്ങൾ, അവർക്കൊക്കെ നമ്മൾ ആദ്യം കൊടുക്കുന്നവരാകണം. അല്ലാഹുവേ,
നീ ഖൈർ നൽകണമല്ലാ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാനാ വരാൻ പോകുന്നു, നിർത്താൻ പോകുന്നു. ജീവിതത്തിൽ എല്ലാ വിഷമങ്ങളും മറക്കുക. വിഷമങ്ങളില്ലാത്തവരായി ആരും ഉണ്ടാവില്ല. ഓരോരുത്തരും ഓരോ തരം വിഷമങ്ങളായിരിക്കും. നമ്മുടെ സങ്കടം മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. ഭാര്യയുടെ ബേജാറ് ഭർത്താവിന് മനസ്സിലാകണമെന്നില്ല. ഭർത്താവിന്റെ സങ്കടം ഭാര്യക്ക് മനസ്സിലാകണമെന്നുമില്ല. കുടുംബത്തിന്റെ പ്രശ്നം മറ്റുള്ള കുടുംബങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. ഓരോരുത്തർക്കും അവനവന്റെ പ്രശ്നവും ബേജാറും വലുതാണ്. അതുകൊണ്ട് ഒരാളുടെയും മനസ്സിനെ വേദനിപ്പിക്കരുത്, ഒരാളെയും കരയിപ്പിക്കുന്ന പണിയെടുക്കരുത്, ഒരാളെയും നാണം കെടുത്തുന്ന വാക്ക് പറയരുത്, ഒരാളെയും കളിയാക്കി ചിരിക്കരുത്, ഒരാളെയും നിസാരപ്പെടുത്തരുത്. നമുക്ക് അല്ലാഹു തന്ന ആരോഗ്യം, അവൻ തന്ന സമ്പത്ത്, അവൻ തന്നതെല്ലാം വിട്ടുപോകുന്ന ഒരു ദിവസം വരാനുണ്ട്. ഖാലിഖായ റബ്ബുൽ ഇസ്സത്തിനെ ഇഷ്ടം വെച്ച് ധാരാളം ദിക്റുകൾ ചൊല്ലുക, സ്വലാത്തുകൾ ചൊല്ലുക, നല്ലോണം ചൊല്ലണം. അല്ലെ, നിസ്കരിച്ചില്ലെന്ന അങ്ങനെയുള്ള ദിക്റല്ല. ഞാൻ യാത്ര പോയി വരുമ്പോ ഒരാൾ പറഞ്ഞു, അയാൾക്ക് അല്ലാഹുവിലെ സാഹിത്യമാന്മാർ ദിക്റല്ല ബേംബിയെ തീരുന്ന. അയാൾ എത്ര ബേഞ്ചിലും ബേംബയാണ്. നാട്ടൊരുന്ന് നോക്കുമ്പോ ഇതിന് ചേട്ടൻ ഇയാളെ തസ്പിന്റെ മാല പ്ലാസ്റ്റിക് ഇത് പൊട്ടിയിട്ട് ഒരു പീസ് പോകുന്ന കായ്. അങ്ങനെ എണ്ണും എണ്ണുമ്പോ ബേംബയോ സ്ഥലത്ത് പൂർത്തിയാണ്. സ്ഥലത്തല്ല ചെല്ലുമ്പോ ബേ 100 ഇടക്കിടക്ക് കായിലെ എണ്ണി നോക്കണില്ല. 100 ഉണ്ടായി 50 ഉണ്ടായി, എത്ര ഉണ്ടെന്ന് ആർക്കറിയും. അന്തരിക്ക് ചെല്ലി കൊണ്ട് പോകുന്ന കായില്ല എത്ര പേര് 100 അറിയോ? കായ് കുറച്ചുണ്ടെങ്കിൽ. അപ്പൊ കായിൽ എണ്ണിൽ നോക്ക എത്ര ദിക്റുണ്ടെന്നല്ല. ധാരാളം ദിക്ർ ചൊല്ലുക. ഖുർആന്റെ മാസമാണ്. അഹ്ലുൽ ഖുർആനിഹും അഹ്ലുല്ലാഹ്. നല്ലോണം ഖുർആൻ ഓതുക. നല്ല ഇങ്ങനെ ആവേശത്തോടെ ഓതണം. കുറച്ചിൽ ഖുർആന തർജീലാ. ഇത് ചില പേരിൽ പെണ്ണുങ്ങൾ യാസിന്റെ ഇടയിലില്ല. കിടാക്കളെ പറയുന്നത് പേടിപ്പിക്കുന്നത് ഉമ്മക്കത്തെ കൂടിയത് യാസീൻ. ഇത് പറയണില്ല കിടാക്കളല്ല, ഇതിന്റെ ഭർച്ചലല്ലേ ഉണ്ട് യാസീനില്ല. അല്ലെ, അങ്ങനെ അവര് നല്ല ആവേശത്തോടെ ഇഖ്ലാസോടെ ഖുർആനോദുക. റമദാനാ വരാൻ പോകുന്നത്. അത്തായം കഴിക്കൽ സുന്നത്താണ്, നിർബന്ധമൊന്നുമല്ല. അത്തായല്ലോ ഓരോരുത്തരുടെ അത്തായം ബാങ്ക് കൊട്ട് മുക്ക് മുട്ടിയ പിന്നെയും ബാക്ക് തിരിച്ച് ബാക്കിടുന്ന ആളുണ്ട്. മുസ്കാണ് തൊണ്ടയിൽ കിട്ടിട്ട് മരിച്ചിട്ട് പോകും. അങ്ങനെ ഗടിപിടിയിലാക്കില്ല. ബാങ്ക് കുട്ടിയെ പിന്നെ പിടി വലിക്കുന്ന ലാസ്റ്റ് ഒരു ഒറ്റ ബലി. ഇതിടക്ക് ഒരാൾ വലിച്ച ബലിയിലുണ്ടല്ലേ, ഇത് കട്ടി ബാങ്കിന് വീഡിയോ പോയി തൊണ്ടല് ബാക്കി ബിടി. അങ്ങനല്ല, അങ്ങനെയൊന്നല്ല. ഒരു ബാങ്കിന് 10 മിനിറ്റ് മുമ്പെങ്കിലും അത്തായൊക്കെ നിർത്തുക. ഇത് ഭാര്യ വെച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് പിന്നെ ചില ഉത്തരവാദികൾ ചില ഹദീസെല്ലാം ഉണ്ട്. ബാങ്ക് എടുത്ത് നിപ്പിക്കണ്ട. നിങ്ങൾ മക്കത്തല്ല പോയവർക്ക് അറിയില്ല തഹജ്ജുദിന്റെ ബാങ്ക്. അതിനെപ്പറ്റി റസൂലുള്ളാഹി നിങ്ങൾ ബാങ്കായിട്ട് ഗടിപിടി എന്താക്കി നിപ്പിക്കണ്ട. സമാധാനത്തിൽ നിർത്തി മതി. സുബൈന്റെ ബാങ്ക് ആയിട്ടില്ല. ഇപ്പൊ അതിന്റെ ബുക്കിൽ മുസ്ലിമീങ്ങളിൽ അനാചാരങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഞാൻ ആവശ്യം തീർന്ന് നിപ്പിച്ചെങ്കിൽ മതി. വലിയ കത്തിൽ പിണ്ടിയാക്കിട്ട് ചാറ് ബസറ പിണ്ടിയിലാക്കി ഉച്ചോളം തിന്നു അവന്റെ ആവശ്യം തീർന്നപ്പോ. അല്ലെ, അങ്ങനെയൊന്നുമല്ല. അത്തായം നേരത്തെ നിർത്തിയിട്ട് അത്തായ വേളയുടെ ദുആക്ക് ഉത്തരമുണ്ട്. വാങ്കീകാമത്തിന്റെ ഇടയിലുള്ള ദുആക്ക് ഉത്തരമുണ്ട്. ഉളു കൊടുത്തതിന് ശേഷമുള്ള ദുആക്ക് ഉത്തരമുണ്ട്. അങ്ങനെയാണ്. വെള്ളിയാഴ്ച ഒരു നേരത്തെ ഏതോ ഒരു സമയത്ത് ദുആക്ക് ഉത്തരമുണ്ട്. ദുആക്ക് ഉത്തരമുള്ള സമയങ്ങൾ ഏതൊക്കെയാണെന്നറിയില്ലല്ലോ. അതുകൊണ്ട് അത്തായ നേരത്തും നോമ്പ് ഏറ്റവും മർമ്മമായ 2 നേരം കണ്ടതൊന്ന് അത്തായ നേരം, മറ്റൊന്ന് നോമ്പ് തുറക്കുന്ന വേള. ഈ 2 വേളയിലും ദുആക്ക് ഉത്തരമുണ്ട്. ഞമ്മക്കാണുങ്ങൾക്കുമില്ല പെണ്ണുങ്ങൾക്കുമില്ല ഈ ദുആ ഉണ്ടാകണം. മഗ്‌രിബിന് 10 മിനിറ്റ് മുമ്പ് ആയതൊക്കെ ആക്കി നിർത്തിയിട്ട് ഒരു 10 സുബ്ഹാനല്ലാഹി വബിഹംദിഹി അതെങ്കിലും ചൊല്ലി, അല്ലെങ്കിൽ റമളാന്റെ ദിക്റിലിട്ട് ഒരു ചെറിയ ദുആ. ആർക്കാൻ കങ്ങളൊന്നും വേണ്ട. മാമിന്റെ ഒപ്പത്തിൽ ചോറുണ്ടെങ്കിൽ ഇവിടുത്തെ മാമിക്ക് നീ ആഫിയത്തും ആരോഗ്യവും ഏറ്റി കൊടുക്കല്ലാ. അല്ലെ, അങ്ങനെ എന്തെല്ലാം ദ്വാരക്ക് മഗ്‌രിബിന്റെ ആ വേളയിൽ ദുആക്ക് ഉത്തരമുണ്ട്. അത്താഴത്തിന്റെ നേരം ദുആക്ക് ഉത്തരമുണ്ട്. ഈ 2 നേരവും മിസ് ചെയ്യാതിരിക്കുക. ബാങ്ക് ആയപ്പോൾ തന്നെ നോമ്പ് തുറക്കണം. ശരി തന്നെയാണ്. ഓരോരുത്തരും അല്ലാഹു അക്ബർ ചൊല്ലുമ്പോ സമൂസായി ജ്യൂസായി സർബത്തായി എല്ലാം പോയി. അത്ര ഗടിപിടിയാക്കേണ്ട കൊണ്ടെല്ലാം കിട്ടുമ്പോൾ ജാഗ്രത ആക്കിയിട്ട് സമാധാനത്തിൽ ഈത്തപ്പഴം കഴിച്ച് ബാങ്കിനൊക്കെ ജവാബൊക്കെ ചൊല്ലി സാവകാശം ആകുന്നത് കൊണ്ട് വിരോധമല്ല കാരണം കൂടാതെ കുറെ നീട്ടരുത് എന്ന് മാത്രമേ ഉള്ളൂ. അത്ര ഗടിപിടിയാക്കിയിട്ട് ഓരോരുത്തർ നോമ്പ് തുറക്കാനും പായല പാച്ചലും വീടൊക്കെ തലകൊട്ടു ആ മാതിരിയുള്ള ഗടിപിടി. വണ്ടിയിൽ ബൈക്കിലെ കാറിലെ നോമ്പ് മോനെ ചെയ്ത് ബാങ്ക് തീർന്നെങ്കിൽ നോമ്പ് പോകുന്ന ലാസ്റ്റ്. അപ്പൊ അതിന്റെ ഇടയിൽ വന്നിട്ടാണ് അങ്ങനത്തെ ഗടിപിടിയൊന്നുമില്ല. അത്ര അർജന്റ് ആക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നോമ്പ് അതിന്റെ ഹുർമത്തുകൾ കാത്തു സൂക്ഷിക്കുക. റമളാന് മുമ്പ് ആവശ്യമുണ്ടെങ്കിൽ പെരുന്നാളിനുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങുക. അമ്മമാരെ, റമളാനിലും അല്ലാത്തപ്പോഴും സംസാരം കുറക്കുക. ഡ്രസ് വാങ്ങുമ്പോ യാ ബനീ ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷാ വലിബാസു തഖ്വാ അലൈക ഖൈർ. നല്ല വസ്ത്രം വാങ്ങുക. പെരുന്നാക്കെല്ലാം ഡ്രസ് വാങ്ങുമ്പോ അതിന്റെ കൂടെ ടവലോ ടൊപ്പിയോ അതും കൂടി വാങ്ങുക. ആണുങ്ങ പെരുന്നാന്റെ ഒന്നും ആ പള്ളിന്റെ പറക്കോട്ട് ടൊപ്പിട്ട് ഇട്ടിട്ടുണ്ടാകുന്ന ചില മനുഷ്യന്മാർ. പെരുന്നാൾ ബാക്കി എല്ലാത്തിരിക്കട്ടെ.
അങ്ങനത്തെ ഒക്കെ അവസ്ഥയാണ്. പിന്നെ ഓരോരുത്തർ ഇട്ടോണ്ട് പുരക്കെ പോകുന്നത് കേട്ടി. ഇത് ചമ്മല്ലേ ഓർമ്മല്ലേ ഇത് ഓർത്ത ടൊപ്പി ചെയ്തിട്ട് പിന്നെ ഫറിൽ പോയി നോക്കുമ്പോ ഏറെ ഗുരുവാണിക്കൽ നിസ്കരിച്ച് ഒട്ട പള്ളിയുടെ ടൊപ്പി ആയിട്ടിരിക്കണം അല്ലെ. അങ്ങനെയൊക്കെ അവര് തലമുറക്കൽ സുന്നത്തുണ്ട്, കൂലിയുണ്ട്. ഡ്രസ് വാങ്ങുമ്പോ ഒരല്പം ലൂസുള്ള വസ്ത്രങ്ങളാണ് ഹൈറ്. ആണിനും പൊടിനൊക്കെ ലൂസ് വസ്ത്രങ്ങൾ ഇടുക. അതിൽ അങ്ങനെ ലൂസ് വസ്ത്രം ധരിക്കുന്നവരുടെ ഖബർ വിശാലമാണ്. ഖബർ വലിയ വിശാലമായി കിട്ടും. ടൈറ്റ് വിറ്റ് വസ്ത്രങ്ങളാവരുത്. അരലൂസല്ല, ലൂസ് പാൻറ് ജാലിട്ട് വീണ്ടും തറാവി നിസ്കരിക്കുമ്പോ ഉസ്താദ് ജലിട്ട് ലൂസ് വസ്ത്രം അങ്ങനെയൊന്നുമല്ല. അരലൂസല്ല, ഔറത്ത് മറക്കുന്ന തടിയുടെ വണ്ണവലുപ്പം കാണിക്കാത്ത രൂപത്തിലുള്ള വസ്ത്രം, നല്ല വസ്ത്രം മക്കൾക്കും അങ്ങനെയാക്കുക, നമ്മളും അങ്ങനെയുള്ള വസ്ത്രം ധരിക്കുക. അതുകൊണ്ട് ഒരാളെയും ബുദ്ധിമുട്ടിപ്പിക്കരുത്, ഒരാളെയും ബേജാറിലാക്കണ്ട, ഒരാളെ പറ്റിയും കുറ്റം പറയണ്ട, ഒരാലിമിനെയും മുത്താലിമിനെയും ആക്ഷേപിച്ച് പറയണ്ട, ഒരാളെയും ആക്ഷേപിക്കാതെ പള്ളി പരിസരം അത് വലിയ പുണ്യമാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. പള്ളിയുടെ അധികാരത്തിന് വേണ്ടി മറ്റോ പള്ളി പരിസരത്തിൽ ഒച്ചപ്പാടുകളും ബഹളങ്ങളും പ്രശ്നങ്ങളുമായ അതിന്റെ എല്ലാത്തിന്റെയും തിരികഫലം ആറടി മണ്ണാകുന്ന ഖബറിൽ കിടക്കുമ്പോ മണ്ണിന് വല്ലാത്ത പകയാ, മണ്ണിന് ഭയങ്കരമായ പകയാ. ഈ മണ്ണ് നമ്മളെ വെറുതെ വിടൂല. പള്ളിയിലും പരിസരത്തിലും വെച്ചവർ, കുഴപ്പമുണ്ടാക്കിയവർ, ഗലാട്ടയാക്കിയവർ, കുസ്തിയാക്കിയവർ, ഇവരെല്ലാം തക്കതായ പാടപാടം നരകത്തിൽ തന്നിടാ. ആറടി മണ്ണാകുന്ന ഖബറിൽ കിടക്കുമ്പോ മണ്ണിന് ഭയങ്കരമായ പകയുള്ളതാണ് ഈ മണ്ണ്. അതുകൊണ്ട് ഡേഞ്ചറാ. പള്ളിയുമായുള്ള വിഷയത്തിൽ, മദ്രസയുമായുള്ള വിഷയത്തിൽ ആര് കുഴപ്പത്തിൽ വന്നോ അവന് ആറടി മണ്ണാകുന്ന ഖബറിൽ ഭയങ്കരമായ ഇടങ്ങേറാ, ഭയങ്കരമായ പ്രശ്നമാണ് കേട്ടോ. ആരാരും കുട്ടിലില്ലാത്ത ഖബർ, ഉമ്മല്ലാത്ത ഖബർ, ഉപ്പല്ലാത്ത ഖബർ, മക്കളില്ലാത്ത ഖബർ, ഭാര്യയില്ലാത്ത ഖബർ, ഭർത്താവില്ലാത്ത ഖബർ. നമ്മൾ മരിച്ചുപോയാ വയ്യത്തായ നമ്മളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിച്ച് ആറടി മണ്ണാകുന്ന ഖബറിലേക്ക് താഴ്ത്തി വെച്ച് മുഖം മണ്ണിനോട് ചേർത്തി വെച്ച് മൂടുകല്ലുകൾ വെച്ച് മണ്ണ് വാരിയിട്ട് ആളുകൾ പോയാ മഹാന്മാര് പറയുന്നു ചില ഖബറുകളിൽ പാമ്പുകൾ വരുന്നു. ചെറിയ ചെറിയ പാമ്പുകൾക്ക് 40 തലകളുള്ള പാമ്പ. ചില ഖബറുകളിൽ തീ കത്തിക്കപ്പെടുന്നു. ചില ഖബറുകളിൽ കഴുത്തിലേക്ക് ചൈന കൊണ്ട് ബന്ധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഖബറിൽ ആദ്യം ചോദിക്കുന്നത് നിസ്കാരമാണ്. നിസ്കാരം സൂക്ഷിച്ചോ, പത്തുകളെല്ലാം വിട്ടിക്കോ, ആളുകൾക്ക് ഉപകാരം ചെയ്തോ, ഒരാളുടെയും ഇസ്സത്ത് തൊട്ട് കളിക്കല്ല, ഒരാളെയും നാണം കെടുത്തല്ല, ഒരാളെയും ബേജാറാക്കല്ല. സകാത്തുകൾ കൊടുക്കാതെ ബാക്കി വെച്ചവരുണ്ടോ അവരുടെ ഖബറിൽ ചൈനുകളെ കൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ട് അബൂസിനാങ്ങൾ സംഭവം വിശദീകരിക്കുന്ന തൽക്കിറത്തുൽ ഖുത്ബയിലും മറ്റും സംഭവങ്ങൾ ധാരാളമുണ്ട്. സകാത്ത് ബാക്കിയുള്ളവരുണ്ടോ, പാവപ്പെട്ടവരുടെ ഓഹരി കൊടുക്കാത്തവരുണ്ടോ? ഖബറിൽ നിസ്കാരം കൊണ്ട് രക്ഷപ്പെടൂല, ഹജ്ജ് ഉംറ കൊണ്ട് രക്ഷപ്പെടൂല. 100 ഉംറ ചെയ്താലും നിന്റെ ഒരൊറ്റ ഉറുപ്പികയുടെ സക്കാത്ത് കൂടൂല. സക്കാത്ത് കൊടുക്കാത്തവർക്ക് പരാജയമാണ്. ദുനിയാവിലും പരാജയമാണ്, ആഖിറത്തിലും പരാജയമാണ്, ഖബറിലും പരാജയമാണ് കേട്ടോ. അത് പാവപ്പെട്ടവന്റെ ഓഹരിയാ സക്കാത്ത്. സ്വത്ത് കൊടുക്കാൻ ബാക്കിയുണ്ടോ? കടം വാങ്ങിയത് ബാക്കിയുണ്ടോ? കൊടുക്കാത്തവൻ തങ്ങളോ ഉസ്താദോ ആലിമോ ആബിദോ ആണോ പെണ്ണോ ആജാറോ പ്രസിഡന്റോ ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. കടപാട് കൊടുത്തു കൂട്ടിക്കോ. നല്ലവരായി ജീവിച്ച് ഈമാനോടെ മരിക്കാൻ റബ്ബിനോട് ദുആ ചെയ്തോ. അല്ലാഹുവേ നല്ല ജീവിതവും നല്ല മരണവും നിന്റെ പൊരുത്തത്തിലായി തൗഫീഖ് നൽകണം അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലേ നേതാക്കന്മാർ ഗസ്റ്റുകളൊക്കെ ഇത്ര സമയം ഇരുന്നില്ല. ഗസ്റ്റുകൾ